ഇല്ലാത്ത വിധം അല്ലാഹുവിന്റെ പരിശുദ്ധമായ മുഖം നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെ? വൽ കൈഫ മജ്ഹൂൽ, അതെങ്ങനെ നമുക്കറിയില്ല. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അവന്റെ അധികാരപീഠത്തിൽ അധികാരസ്ഥനായി എന്ന് പറയുന്ന ആയത്തിനെ അൽ-ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫ മജ്ഹൂലുൻ വൽ ഈമാനു ബിഹി വാജിബുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ എന്ന് മറുപടി പറഞ്ഞ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക്കി മദ്ഹബിന്റെ ഇമാം. എങ്ങനെയാണ് അൽ-ഇസ്തിവാ? നമ്മളിപ്പോൾ ഇരിക്കുന്ന ഇസ്തവാ അലൽ കുർസി, നിങ്ങളിപ്പോൾ ചെയറിൽ മര്യാദയ്ക്ക് ഇരിക്കുന്നു. അല്ലാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പാടില്ല. മനുഷ്യനെ പോലെയല്ല അല്ലാഹു, ഒരു സൃഷ്ടിയെയും പോലെയല്ല അല്ലാഹു. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഐ ഇസ്തൗല, അല്ലാഹു അധികാരസ്ഥനാണ്, അർശിന്റെ അധിപനാണ്. അപ്പൊ ഇസ്തിവാ എന്താണെന്ന് നമുക്കൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ഇസ്തിവാ എങ്ങനെയാ? വൽ കൈഫ മജ്ഹൂൽ, അത് എങ്ങനെയെന്നറിയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, അല്ലാഹു പറഞ്ഞ വിഷയങ്ങളെ അങ്ങനെ വിശ്വസിക്കൽ നമുക്ക് വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെക്കുറിച്ച് വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നത് ബിദ്അത്താണ് എന്ന് മഹാനായ മാലിക് ഇമാം പറയുമായിരുന്നു. ജഅഫർ റളിയല്ലാഹു തആല അൻഹു നജാശി രാജാവിന്റെ മുമ്പിൽ, നീഗസ രാജാവിന്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബിമാരെ എത്യോപ്യയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹം വേറൊരാളും അന്നവർ മുസ്ലിം അല്ല, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോൾ ആഫ്രിക്കയിൽ ഇസ്ലാമിന്റെ പതാകയുമായി ചെന്ന് ആഫ്രിക്കയിൽ ആദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കിയത് ഈ സ്വഹാബിയാണ്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അതായത് ഈജിപ്തിലെ കെയ്റോവിൽ മദീനത്തുൽ ഫുസ്താത്തിൽ മസ്ജിദ് അംർ ഇബ്നുൽ ആസ്, ഇമാം ഷാഫി തങ്ങൾ ദർസ് നടത്തിയ പള്ളിയാ. ഷാഫി ഇമാം ദർസ് നടത്തിയ ഉസ്തുവാന തൂണും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി ഇമാം ഇരുന്നിരുന്ന സ്ഥലം റഹ്മത്തുള്ളാഹി തആല അലൈഹി. പക്ഷേ ഈ സ്വഹാബിയാണ് അന്ന് മുസ്ലിമീങ്ങൾക്കെതിരെ രാജാവിന് കുറേ തോൽപാത്രങ്ങളും സമ്മാനങ്ങളും കൊണ്ടുപോയി, സഡൻ റൺഅവേ സ്ലേവ്സ് ഹാവ് എസ്കേപ്ഡ് ഫ്രം അവർ കൺട്രി, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറേ അടിമകൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ട്, അവരെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞു വന്നു. അവരാരും അടിമകൾ, അവർ അഹ്റാറുകളാണ്, സ്വതന്ത്രന്മാരാണ്. അങ്ങനെ നുണ പറഞ്ഞ് രാജാവിന് കൈക്കൂലി കൊടുത്ത് മുസ്ലിമീങ്ങളെ കൊണ്ടുപോകാൻ വന്ന കാലം, അവരുടെ കൈകളിൽ ചങ്ങലകൾ വീണപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. ആ പ്രഭാഷണം ലോക ചരിത്രത്തിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തി വെച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ, രാജാവേ, അജ്ഞാനകാലം ഞങ്ങൾ ഒന്നും അറിയാതെ മനുഷ്യരായി മൃഗങ്ങളായി ജീവിച്ചിരുന്നപ്പോ ഞങ്ങളെ സത്യസന്ധരായ മനുഷ്യരാക്കി തന്ന പ്രവാചകരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിൽ ആരോഗ്യമുള്ളവർ ആരോഗ്യമില്ലാത്തവരെ അടക്കി ഭരിച്ചിരുന്ന കാലം, ഞങ്ങളിലെ മുതലാളിമാർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തിരുന്ന കാലം, പെൺകുട്ടികൾ ജന്മം കൊണ്ടാൽ ജീവനോടെ ആ പൈത മക്കളെ മണ്ണിൽ കുഴിച്ചു മൂടാൻ മനസ്സിനൊരു സങ്കോചവും തോന്നാതിരുന്ന ദുഷ്ടന്മാരായിരുന്ന ഞങ്ങളെ മനുഷ്യരാക്കി തരികയും ബിംബങ്ങളെ ആരാധിക്കരുതെന്ന് പറയുകയും ബിംബാരാധന ശരിയല്ലെന്ന് പറയുകയും സർവേശ്വരനായ ലോകത്തിന്റെ സൃഷ്ടാവ് കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവനാണ്, എന്നാൽ കണ്ണുകളെ നിയന്ത്രിക്കുന്നവനായ ലത്തീഫും ഖബീറുമായ അല്ലാഹുവാണെന്ന് ഞങ്ങളോട് പഠിപ്പിച്ച പ്രവാചകരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളോട് പറഞ്ഞു, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിവാസങ്ങൾ ചെയ്യരുത്, ഞങ്ങളുടെ അയൽവാസികളെ സ്വന്തത്തെ പോലെ കാണണം, അവരെ സഹായിക്കണം, പുഞ്ചിരി പോലും സ്വതക്കയാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു റസൂലിനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ ചൂതാട്ടം നടത്തിയിരുന്നു, ഗാംബ്ലിംഗ്, നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി പരസ്പരം അടിപിടി കൂടിയിരുന്നു, കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. അത് ചെയ്യരുത് എന്ന് ഞങ്ങളോട് പറഞ്ഞതാണോ പ്രവാചകർ ചെയ്ത കുറ്റം? അത് വിശ്വസിച്ചതാണോ ഞങ്ങൾ ചെയ്ത കുറ്റം? ഇന്നും ഇസ്ലാം എന്ത് ലോകത്തിന് നൽകുന്നു എന്ന് ചോദിച്ചാൽ ദീസ് ലെസൺസ് ഓഫ് മൊറാലിറ്റി ഇത് തന്നെയാണ്, ഈ സംസ്കാരമാണ്. അതാണ് ദീനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സംസ്കാരമാണ്. അബൂദർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട അനുജൻ ഉനൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലഖദ് റഅയ്തു റജുലൻ യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാ അനിൽ മുൻകർ. പിന്നെ പറഞ്ഞു, വേറൊരു റിവായത്തുണ്ട്, ലഖദ് റഅയ്തുഹു യഅ്മുറു ബിമകാരിമിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവം കാണിക്കണമെന്ന് ജനങ്ങളോട് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനെയാണ് അബൂദർറെ ഇക്കാക്ക ഞാൻ മക്കയിൽ വെച്ചു കണ്ടത്. ബിമകാരിമിൽ അഖ്ലാഖ്, ചെറിയ നല്ല സ്വഭാവം എന്ന് മാത്രമല്ല, നല്ല സ്വഭാവത്തിലെ ഏറ്റവും ഉന്നതമായ സ്വഭാവം.
ശത്രുക്കളോട് മിണ്ടാതിരിക്കണം എന്നത് നല്ല സ്വഭാവമാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടി കൊടുക്കണ്ട. ശത്രുക്കളോട് ശത്രുത വെക്കേണ്ടതുമില്ല. നമ്മുടെ ശത്രുക്കൾക്ക് തിരിച്ചു ഉപകാരം ചെയ്യണം. അതാണ് മക്കാരിമുൽ അഖ്ലാഖ്. നമ്മുടെ മിത്രങ്ങളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ. നമ്മുടെ കൂടെയുള്ളവരോട്, കുടുംബക്കാരോട് പിണങ്ങിയാൽ നമ്മളും പിണങ്ങി അല്ലേ? അവർ മിണ്ടിയാലേ ഞാൻ മിണ്ടുള്ളൂ. ഇതൊന്നും അല്ല ഇതൊന്നും തങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെയൊന്നല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായ സ്വഭാവ ഗുണങ്ങളാണ് മക്കാരിമുൽ അഖ്ലാഖ്. വകലാമൻ മാ ഹുവ ബിശ്ശഅർ, പ്രവാചകർ പറയുന്ന വചനങ്ങളൊന്നുമേ കവിതയല്ല. കവിതയാണ്, അവർ ജ്യോത്സ്യനാണ് എന്നൊക്കെ മക്കക്കാർ പറയുന്നു. പക്ഷേ കവിയായ ഉനൈസ് എന്നവർക്കറിയാം വിശുദ്ധ ഖുർആൻ കവിതയല്ല. വന്നജ്മി ഇദാ ഹവാ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ഒരു സമയം, ഖിയാമത്തിനെ തന്നെയാണ് സത്യം. മാ ضل സാഹിബുകും വമാ ഗവാ, നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദ് റസൂലുള്ളാഹ് ഒരിക്കലും വഴിപിഴച്ചവരല്ല. പ്രവാചകർ സത്യസന്ധരാണ്. വമാ യൻതിഖു അനിൽ ഹവാ, തിരുമേനിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചു പറയുകയല്ല പ്രവാചകർ ചെയ്യുന്നത്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹു നൽകുന്ന ദിവ്യബോധനമാണ് പുണ്യനബി പഠിപ്പിക്കുന്നത്. അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിർറത്തിൻ ഫസ്തവാ, വളരെ മനോഹരമായ വാക്കുകൾ. കവിതയാണോ എന്ന് തോന്നും, പക്ഷെ കവിതയല്ല. അങ്ങനെ കവിതകൾക്ക് കവിതയുടെ റൂളുകളുണ്ട്. ആ സ്ട്രക്ചറിൽ ഖുർആനെ കൊണ്ടുപോയി വെച്ചാൽ കവിതയല്ല ഖുർആൻ. എന്നാ പിന്നെ പ്രോസാണോ, നെസറാണോ? നെസറും അല്ല. കാരണം നെസർ ഓതാൻ കഴിയില്ല, വായിക്കാനേ കഴിയൂ. ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റും. എന്നാ കവിതയാണോ? കവിതയല്ല, ഇൻ ബിറ്റ്വീൻ. അതുകൊണ്ടാണ് ലോകത്ത് there is no such piece of literature which is neither prose or poetry except Quran. പദ്യമല്ല ഗദ്യമല്ലാത്തൊരു സംഗതി ലോകത്തുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനാണ്. പദ്യമല്ല ഗദ്യമല്ല, അതിനിടയിലാണ്. സുബ്ഹാനല്ലാഹ്. ഉനൈസ് എന്നവരെ പറഞ്ഞ അബൂദർറെ, സ്വന്തം ഇക്കാക്കയാണ്, ഗഫാർ ഗോത്രത്തിലെ വലിയ മുതലാളിയാണ്. ലൈസ ബിശഅരിൻ വകലാമൻ മാ ഹുവ ബിശ്ശഅർ, കവിതയല്ലാത്തൊരു വാക്ക് ഞാൻ കേൾക്കുന്നു. ഇതാണ് അനുജൻ വന്ന് പറയുന്നത്. അബൂദർ തങ്ങൾ പറഞ്ഞു, മാ ശഫൈതനി, ഞാൻ ഉദ്ദേശിച്ച ഡീറ്റെയിൽസ് ഇത്രയൊന്നുമല്ല. എനിക്ക് ആ പ്രവാചകരെ കുറിച്ച് ഇനിയും ഒരുപാട് അറിയണം. ഇത്രയൊന്നുമല്ല എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ്. ഞാനൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞു. അബൂദർ എന്നവരുടെ ഉമ്മയും ഉനൈസ് എന്ന സഹോദരനും ഒരുമിച്ച് യാത്രയാവുകയാണ്. ദീർഘമായൊരു യാത്ര. ആ യാത്രയുടെ ലക്ഷ്യം സത്യം മനസ്സിലാക്കലാണ്, വേറൊന്നുമല്ല. നമ്മൾ എവിടേക്കെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ഒരു പണ്ഡിതനെ, ഒരു ആലിമിനെ, ഒരു സൂഫിവര്യനെ, ഒരു മഹാനെ, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, മരണപ്പെട്ട് കിടക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അവരെ ഒന്ന് സിയാറത്ത് ചെയ്യണം, കാണണം എന്നൊരു നീയത്ത് യാത്രകൾക്ക് വേണമെന്നാണ്. വെറുതെ പോയിട്ട് ഇപ്പോൾ വയനാട് വന്നിട്ട് വയനാടിൻ്റെ പ്രകൃതി ആസ്വദിച്ചു പോവുക, അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന കാലമാണിത് അല്ലേ? ടൂറിസം നല്ലതൊക്കെ തന്നെ, പക്ഷേ അതിൻ്റെ ബാക്കിൽ കുറേ ഫിത്തനകളും വരുമോ എന്നൊരു വലിയ പേടിയുണ്ട്. നമ്മുടെ ഒരു കൾച്ചറും സ്വഭാവവും ഒരു ഫ്രീ കൾച്ചർ നാടുകളിലേക്ക് വരുന്നത് ഈ ടൂറിസത്തിൻ്റെ ഒരു അപകടമാണ്. ഒന്നുകിൽ ടൂറിസ്റ്റുകൾ നമ്മളെ കൊണ്ട് നന്നായി പോകണം, പക്ഷെ നമ്മൾ അവരെ കൊണ്ട് കേടൊന്നും പോകരുത്. സിയാറത്ത്, സജ്ജനങ്ങളെ കണ്ടുപോവുക, അത് യാത്രയുടെ ഒരു മഹിതമായ ലക്ഷ്യമാവണം. ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഒരു മഹാനുണ്ടാവും. ഏത് രാജ്യത്ത് പോയാലും എവിടെ ചെന്നാലും ഉണ്ട്, എല്ലായിടത്തുമുണ്ട്. ഒന്ന് അന്വേഷിച്ചാൽ മതി, കിട്ടും. എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും അവിടെയുള്ള ഏതെങ്കിലും ഒരു മഹാനെ സിയാറത്ത് ചെയ്യണം. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ, വഫാത്തായി കിടക്കുന്നവരാണെങ്കിൽ നിഅമ ബദാഖ്, വളരെ നന്നായി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഗിഫാർ ഗോത്രത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവര് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ മുഹറമായ മാസങ്ങളെ ആദരിക്കാത്തൊരു പരിപാടി അവർക്കുണ്ട്. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹു പരിശുദ്ധമാക്കിയ യുദ്ധം ഹറാമായ 4 മാസങ്ങൾ, റജബടക്കമുള്ള ആ ഒരു പരിപാടി ഗിഫാറുകാർ ചെയ്യുമ്പോൾ അതിനോട് വിസമ്മതിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്ന ആൾക്കാരാണ് ഉമ്മയും 2 മക്കളും, അബൂദർ തങ്ങളും ഉനൈസ് എന്നവരും. ഇത് രണ്ടും ഇമാം മുസ്ലിം എന്നിവരുടെയും സ്വഹീഹ് ബുഖാരിയുടെയും റിവായത്താണ് കേട്ടോ. അവരിറങ്ങി വന്നു. വഴിയിൽ അവരുടെ ഒരു അമ്മാവനുണ്ട്, സ്വന്തം ഉമ്മയുടെ ആങ്ങള ഖാൽ. അമ്മാവന്റെ വീട്ടിലേക്കാണ് അവർ കയറി ചെല്ലുന്നത്. അമ്മാവൻ നല്ല ഭക്ഷണം കൊടുത്തു, താമസം കൊടുത്തു.
അവരെ നന്നായി സൽക്കരിച്ചു. അമ്മാവനല്ലേ പെങ്ങളും കുട്ടികളും വന്നിരിക്കുന്നത്. അബൂദർ ഗിഫാരി തങ്ങളും ഉനൈസ് എന്നവരും ഇദ്ദേഹത്തിന്റെ പെങ്ങളായ അബൂദർ എന്നവരുടെ ഉമ്മുദർ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പേരറിയില്ല, ആ മഹദിയും 3 പേരും. അതിനിടക്ക് അവരുടെ കുടുംബക്കാരൊരു ഫിത്നയുണ്ടാക്കി. എന്താ ഫിത്ന എന്നറിയോ? ഉനൈസ് എന്നവർ കാണാൻ ഭംഗിയുള്ള മനുഷ്യനായിരുന്നു. അപ്പോ അവര് പറഞ്ഞു ഈ അമ്മാവനോട്, അതായത് അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ആങ്ങളയോട് പറയാണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് പോയാൽ നിങ്ങളുടെ വീട്ടുകാരുടെ ഇടയിലൂടെ ഉനൈസ് ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ. പച്ചതുണ പറഞ്ഞതാണ്, അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളല്ല. അങ്ങനെ ഒരു ദിവസം അമ്മാവന്റെ നാവിലൂടെ ഈ വാക്ക് പുറത്തു വന്നു, ഞാനിവിടുന്ന് പോകുമ്പോ എന്റെ വീട്ടുകാർക്കിടയിലൂടെ ഉനൈസ് പോകുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെൺകുട്ടികൾക്കിടയിലൂടെ ഒക്കെ നടക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ അവരുമായി മോശമായ പെരുമാറ്റത്തിന് ഇടവരുത്തുന്നുണ്ടല്ലേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ഉനൈസ് എന്നവരുടെ ചെവിയിലെത്തി. അദ്ദേഹം പറഞ്ഞു, കാക്കാ അബൂദർ എന്നവരെ, ഉമ്മ, ഈ നിമിഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഫജമഉ സുർമത, അവരുടെ ഒട്ടകവും ആടൊക്കെ ഉണ്ടായ എല്ലാറ്റിൻ്റെയും കെട്ടഴിച്ചവരെടുത്ത് ആടിനെ ഒട്ടകത്തൊക്കെ റെഡിയാക്കി അവിടുന്ന് പോരാണ്. പറഞ്ഞു, അമ്മാവ, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു ശരിയാണ്, ഞങ്ങൾക്ക് താമസിക്കാൻ ഇടം തന്നു ശരിയാണ്, പക്ഷെ ആ വലിയ നന്മ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലേ. അങ്ങനെ ചില ആളുകൾ ഒരുപാട് ഉപകാരം ചെയ്യും, ഇവിടെ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കൊളാക്കും ചെയ്യും. ഇവർ യാത്ര തിരിച്ചു പോരുമ്പോൾ ഈ അമ്മാവൻ തുണിയെടുത്ത് മുഖത്ത് കണ്ണുനീര് അത് തുടക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഹദീസിലുള്ളത്. അദ്ദേഹത്തിന് സങ്കടമായി, പറയാൻ പാടില്ലായിരുന്നു. കാരണം അടിസ്ഥാനമില്ലാത്തൊരു കാര്യം വെറുതെ അങ്ങ് പറയലാണോ? ആളുകൾ എന്തൊക്കെ പറയും, നാട്ടുകാർക്ക് ന്യൂസ് കിട്ടാനാ പണി, എന്തൊക്കെ ഉണ്ടാക്കി പറയുന്നത്, എന്തൊക്കെ ഈ വാട്സപ്പും ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ എഴുതി വിടുന്നു, ഒരു ഉളുപ്പില്ലാണ്ട്. എന്താണ് സത്യാവസ്ഥ എന്ന് പോലും നോക്കാതെ എന്തൊക്കെ കെട്ടുകഥകൾ, നുണപ്രചരണങ്ങൾ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അവർ അനുഭവിക്കേണ്ടി വരും, അത്രയും നമുക്ക് പറയാൻ പറ്റും. ഫതബയ്യനു, കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ ഫതബയ്യനു, നിങ്ങൾ എന്ത് ചെയ്യണം? ഫതഥബ്ബതു, അത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധ ഖുർആൻ പറയാം. ഏത് ന്യൂസും കൂടെ വെറുതെ കേൾക്കരുത്. ചിലപ്പോൾ എഡിറ്റഡ് ന്യൂസ് ആയിരിക്കും, ചിലപ്പോൾ പഴയതായിരിക്കും, ചിലപ്പോൾ പുതിയതാണ് എന്നായിരിക്കും പറയാം, അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ ആളുകൾ ഓരോരുത്തരും അവനവന്റെ ലാഭത്തിന് വേണ്ടി പലതും ചെയ്യുന്ന കാലമാണ്. അവർ മക്കയിലേക്ക് നീങ്ങുന്നു. പരിശുദ്ധമായ മക്കയിൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകരായി വന്ന നബിയെ ഒന്ന് കാണണം, ഒന്ന് പരിചയപ്പെടണം. മക്കയിലേക്ക് വരുന്നതിന്റെ മുമ്പ് അബൂദർ റളിയല്ലാഹു അൻഹു കാന യുസല്ലി ബിസലാത്തി സിനീൻ, മക്കയിലേക്ക് ഹബീബിനെ വന്ന് കണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അബൂദർ റളിയല്ലാഹു അൻഹുവിന് നിസ്കാരമുണ്ടായിരുന്നു. ഇത് വലിയൊരു അത്ഭുതമാണ്. വറഖത്ത് ഇബ്നു നൗഫൽ എന്നവരെ പോലെ ഇസ്ലാം പുണ്യനിബിധങ്ങളിലൂടെ അവസാനം പൂർത്തിയാക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ തൗഹീദാണ് സത്യമെന്ന് വിശ്വസിച്ച, ജാഹിലിയ്യ കാലത്തും മുവഹിദീങ്ങളായി ജീവിച്ചിരുന്ന ആളുകളിൽപ്പെട്ട ആളായിരുന്നു മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഉനൈസ് ചോദിച്ചു, കാക്കാ, നിങ്ങൾ എങ്ങനെയാ നിസ്കരിക്കുന്നത്? ഞാൻ അങ്ങനെ നിസ്കരിക്കുന്നു, എനിക്കുറപ്പാണ് ഈ പ്രപഞ്ചത്തിന് 2 പടച്ചവന്മാരില്ല, 3 എണ്ണമില്ല, 10 എണ്ണമില്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനായിരിക്കണമെന്ന് അതെനിക്കറിയാം. അപ്പൊ നിങ്ങളുടെ ഖിബല ഏതാ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ എവിടേക്കെങ്കിലും നിന്നുകൊണ്ട് സുജൂദിൽ കിടന്ന് എന്റെ റബ്ബിന് വേണ്ടി എല്ലാ രാത്രിയിലും നിസ്കരിക്കുന്നു. രാത്രിയാണ് നിസ്കരിക്കുക. അന്ന് നിസ്കാരം 5 നേരത്തെ ഫർള് നിസ്കാരം മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാകുന്ന എപ്പോഴാ? മദീനയിലെത്തിയതിനു ശേഷമാണ്. എന്ന് പറഞ്ഞാൽ 13 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇതെന്താണ് എന്ന് പഠിപ്പിക്കാൻ നബി തങ്ങൾ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം നിർബന്ധമായില്ല മക്കക്കാലത്ത്, നോമ്പ് നിർബന്ധമായില്ല, സകാത്തില്ല, ഹജ്ജില്ല, ജിഹാദില്ല, ഒരു ഫർളായ കാര്യങ്ങളും അന്ന് നിർബന്ധമായിട്ടില്ല, കള്ള് നിരോധിച്ചിട്ടില്ലെന്ന്. പക്ഷേ ഇതൊക്കെ നടന്നത് മദീനയിലെത്തിയതിനു ശേഷം, ഇസ്രാ മിഅ്റാജിന് ശേഷം. ഇസ്രാ മിഅ്റാജ് മക്കയിലുണ്ടായിരിക്കെ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് റജബ് കഴിഞ്ഞ് പിന്നെ വരുന്ന റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടക്കുന്നത്. അവിടെ മുതലാണ് നിസ്കാരം നിർബന്ധമാകുന്നത്. നബി തങ്ങൾ നിസ്കരിക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. ഇത് മക്കിയായ സൂറയാണ്, മക്കയിൽ ഇറങ്ങിയ സൂറയാണിത്.
സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസ്സിർ, സൂറത്തുൽ അലഖ് ആദ്യം ഇറങ്ങി, സൂറത്തുൽ ഫാത്തിഹ 5-ാമത്തെ സൂറയാണ്, ഇപ്പൊ ഖുർആനിൽ ആദ്യത്തെ സൂറയാണ്. മുദ്ദസ്സിർ ഇറങ്ങി 2-ാമതായിട്ട്, പിന്നെ മുസമ്മിൽ ഇറങ്ങി. നബിയെ നിസ്കരിക്കണം രാത്രികാലങ്ങളിൽ. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ, രാത്രിയോ രാത്രിയുടെ പകുതിയോളമോ നബിയെ നിങ്ങൾ നിസ്കരിക്കണം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാം എന്താണ് എന്നറിയുന്നതിന്റെ മുമ്പ് മഹാൻ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുണ്ടാവും, ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എത്രയോ അമുസ്ലിമീങ്ങളായ ആളുകൾ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ നോമ്പെടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തു പോരുന്നവരുണ്ടാവും. അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ, ഹക്കീം ഇബ്നു ഹിസാം തങ്ങളോടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, നബി ഞങ്ങളൊരു സ്വഹാബിയോട് പറഞ്ഞിട്ടുണ്ട്, ഹക്കീം എന്നവരോടാണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, അസ്ലംത അലാ മാ അസ്ലഫ്ത മിൻ ഖൈർ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ചെയ്തിരുന്ന നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് തന്ന തൗഫീഖാണ് മുസ്ലിമാവാനുള്ള ഭാഗ്യം. അള്ളാഹു തന്ന തൗഫീഖാണ്. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് നിങ്ങൾ മുൻപ് ചെയ്ത നന്മയുടെ അടിസ്ഥാനത്തിലാണ്. യാ അല്ലാഹ്, അപ്പൊ നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഹിദായത്തിലേക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇസ്ലാം നന്മയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് വന്നു. മക്കയിൽ ആരെയും അറിയില്ല, ആരും പരിചയമില്ല. മഹാൻ പറയുന്നുണ്ട്, ഞാൻ മക്കയിലേക്ക് ചെല്ലുമ്പോ ആരോടെങ്കിലും ആരാണ് മൻ മുഹമ്മദു ഐന മുഹമ്മദു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നബി തങ്ങൾ ആരാണ് എന്ന് തങ്ങളുടെ പേര് പറഞ്ഞ് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. ഒന്നുകിൽ ഞാൻ അങ്ങനെ ചോദിക്കുമ്പോൾ മക്കക്കാരായ ഖുറൈശികൾക്ക് എന്നോട് ദേഷ്യം വരും, അല്ലെങ്കിൽ പുണ്യ നിബിതങ്ങൾക്ക് എന്നോട് ഇഷ്ടക്കേട് വരൂലേ. അത്രയും വലിയൊരു മഹാൻ മുമ്പിലുണ്ടായിരിക്കുന്നത് ആരാണെന്ന് ചെന്ന് ചോദിച്ചു ചെന്നാൽ അത് മോശല്ലേ. വലിയൊരാളോട് ഇന്നിട്ട് നിങ്ങളെ പേരെന്താ ചോദിച്ചാൽ അതൊരു മോശമാണത്. വേറെ ആരോടെങ്കിലും ചോദിച്ചു പോകാന്നല്ലാണ്ട്. അപ്പൊ അദ്ദേഹം ആരോടപ്പ ചോദിക്കാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. മസ്ജിദുൽ ഹറാമിലേക്ക് ചെല്ലാം. കഅബാലയത്തിന്റെ ചുറ്റുമുള്ള പള്ളിക്കാണ് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയാം. ഹറാം എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് വേണ്ടാത്തത്, പാടില്ലാത്തത്. രണ്ടാമത്തെ അർത്ഥം പരിശുദ്ധമായത്. ആ അർത്ഥത്തിൽ ആ മക്കത്തെ പള്ളിക്ക് അൽ മസ്ജിദുൽ ഹറാം എന്ന് പേര് വന്നത്. പിന്നെ ഹറമുണ്ട്, മക്കയുടെ സുരക്ഷിതമായ ബൗണ്ടറി, അത് ഹറമാണ്. പള്ളിയുടെ പേരെന്താ? അൽ മസ്ജിദുൽ ഹറാം. അത് കേൾക്കുമ്പോൾ പഠിച്ചോ, ഞാൻ പറയില്ലട്ടോ ഹറാമോ അള്ളാന്റെ പള്ളി ഹലാലെന്ന് ഞാൻ പറഞ്ഞോളാം എന്നൊന്നും പറയാൻ നിൽക്കേണ്ട, പേര് അത് തന്നെയാണ് അൽ മസ്ജിദുൽ ഹറാം. ശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പേരല്ലേ ഇത്. ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ആമിനീൻ. മസ്ജിദുൽ ഹറാമിലേക്ക് ഞാൻ ചെന്നു. ആര് പറയാം? അബൂദർ. അന്ന് ഇസ്ലാം പബ്ലിക്കല്ല, വലിയ ആയി വരുന്നേ ഉള്ളൂ. ഏകദേശം നുബുവത്തിൻ്റെ 5 or 6 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം. ഞാൻ പള്ളിയിൽ ചെന്നിരുന്നു. കുറേ നേരം ഞാൻ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നബിയെ പരിചയപ്പെടാൻ പറ്റുമോ, കാരണം മക്കക്കാർ നബിയെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് അബൂദർ റളിയല്ലാഹു അറിയാമായിരുന്നു. നോക്കണേ, 30 ദിവസം കഅബാലയത്തിന്റെ ഖില്ലുണ്ടല്ലോ, കഅബാലയത്തിന്റെ കറുത്ത തുണി, അന്നത് ഒരുപാട് ലൂസായിട്ട് താഴേക്കിടുന്ന കാലമാണ്. അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ടുണ്ട് അബൂദർ റളിയല്ലാഹു. 30 ദിവസത്തോളം ഇരുന്നാൽ കാണൂലായിരുന്നു. അത്രയും വിശാലമായ വീതിയുള്ള തുണി താഴേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കും, ആരും അറിയാതിരിക്കാൻ. അങ്ങനെ അവിടെ ഒളിച്ചിരിക്കും. അതിനിടക്ക് ഒരു രാത്രി, നല്ല പൂർണ്ണചന്ദ്രനുള്ള രാത്രി, ദറബല്ലാഹു അലാ അസ്മാഇഹിം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഖുറൈശികളൊക്കെ ഉറങ്ങാൻ പോയി. നേരത്തെ പതിവില്ല, അവര് നേരത്തെ ഉറങ്ങുന്നവർ അല്ല അവര് അന്ന്. പക്ഷേ അന്നത്തെ രാത്രി എന്തോ അവര് നേരത്തെ കിടന്നുറങ്ങാൻ പോയി. അപ്പൊ പരിസരത്തൊന്നും ആരുമില്ല. അപ്പൊ ഞാനിങ്ങനെ സമാധാനത്തിലിരിക്കുകയാണ്. എന്തിനാ വന്നത് എന്ന് ആരോടും പറയാനും വയ്യ, ആരോടും ചോദിക്കാനും വയ്യ. നബിതങ്ങളെ അങ്ങ് പ്രത്യക്ഷത്തിൽ അങ്ങ് കണ്ടുകിട്ടുന്നുമില്ല. 2 പെണ്ണുങ്ങൾ അവിടെ ഇങ്ങനെ കഅബം തവാഫ് ചെയ്യുന്നുണ്ട്. അവരാണെങ്കിലോ യാ ഇസാഫ് യാ നായില, ഇസാഫെ നായിലെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു നടക്കുകയാണ്. അവർ മുശ്രിക്കുകളാണ്. ഇസാഫ് നായില എന്ന് പറയുന്നത് ഒരു ദേവന്റെയും ഒരു ദേവിയുടെയും പേരാണ്. ഒരു ദൈവ ആണാണ്, മറ്റേത് പെണ്ണാണ്. ഇസാഫ് ആണാണ്, നായില പെണ്ണാണ്. സഫാ മറുവന്റെ മുകളിൽ, സഫയുടെ മുകളിൽ ഇസാഫ് ബിംബമുണ്ടായിരുന്നുവെന്നും മറുവ കുന്നിന്റെ മുകളിൽ നായില ബിംബവും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിലുണ്ട്. ശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുകയാണ്, ഉംറ ചെയ്യുമ്പോൾ സഈ ചെയ്യണം. പക്ഷെ സഈ നിർബന്ധമാണ് എന്ന് പറയുന്ന ആയത്ത് എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇന്നസ്സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما. ഹജ്ജും ഉംറയും ചെയ്യാൻ വരുന്നവർ അതിനിടയിൽ നടക്കുന്നതുകൊണ്ട് വിരോധമില്ല. ശരിക്കും പറയേണ്ടത് എന്താ? നടക്ക നിർബന്ധമല്ലേ? അല്ലാഹു പറഞ്ഞത് വിരോധമല്ല. ഞാൻ പറയട്ടെ, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിശദീകരിക്കാം. ومن تطوع خيرا فإن الله شاكر عليم. നിങ്ങൾ ഏതെല്ലാം നന്മകൾ സ്വമേധയാ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, എല്ലാം അള്ളാഹു അറിയുന്നവനാണ്. എന്തേ വിരോധമല്ല എന്ന് പറയാൻ കാരണം എന്നറിയോ? സഅയ് കുഴപ്പമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. സഅയ് ചെയ്യുന്ന നിർബന്ധമാണ്. സ്വഹാബിമാർ നബി തങ്ങളോട് പറയുന്നു, പുണ്യ നബിയെ, സഫാ മർവക്കിടയിൽ നടക്കൽ നിർബന്ധമാണ് എന്ന് അങ്ങ് ഞങ്ങളോട് പറയുമ്പോൾ, ഉംറയുടെ ഭാഗമാണ്, ഹജ്ജിന്റെ ഭാഗമാണ് അതെന്ന് അങ്ങ് പറയുമ്പോൾ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് സഫയുടെയും മർവയുടെയും മുകളിൽ കയറിയത് രണ്ട് ബിംബങ്ങളെ ആരാധിക്കാനായിരുന്നുവല്ലോ നബിയെ. സഫന്റെ മുകളിൽ ഇസാഫ് ബിംബമുണ്ടായിരുന്നു, മർവയുടെ മുകളിൽ നായില ബിംബമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഞങ്ങൾ ഷിർക്ക് ചെയ്യാൻ പോയിരുന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണോ അങ്ങ് പറയുന്നത്? അത് ഞങ്ങൾക്ക് വേദനയുണ്ട് നബിയെ എന്ന് സ്വഹാബിമാർ നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ ബിംബങ്ങളെ എടുത്തു മാറ്റുകയും തൗഹീദ് സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞില്ലേ? പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇബ്രാഹിം നബിയിലൂടെ ഇസ്മായിൽ നബിയിലൂടെ ലോകത്ത് കടന്നു വന്ന തൗഹീദിന്റെ വെളിച്ചം പുനഃസ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞ സ്ഥിതിക്ക് മുമ്പ് അവിടെ ബിംബമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള മനസ്സിന്റെ വിഷമത്തിന് വിരോധമില്ല. വിരോധമില്ല എന്ന് പറഞ്ഞ് സഅയ് ചെയ്യൽ വിരോധമല്ല എന്നല്ല അതിന്റെ അർത്ഥം. സഅയ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു വസ്വാസ്, എങ്ങനെ ഇപ്പൊ നമ്മൾ അവിടെ പോവാ, മുമ്പ് തെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്ന സ്ഥലല്ലേ, ആ ചിന്തക്ക് കുഴപ്പമില്ല. അത് വിട്ടേക്ക്, അത് മുമ്പല്ലേ. കഅബാലയത്തിനുള്ള തന്നെ ബിംബങ്ങൾ അന്നവർ വെച്ചില്ലേ, 360 ബിംബങ്ങൾ, കുഴപ്പമില്ല. ഇസാഫും നായിലയും കാമുകനും കാമുകിയുമായിരുന്നു എന്നാണ് ചരിത്രം. അവർ രണ്ടുപേരും തീരുമാനിച്ചു, പ്രേമബന്ധങ്ങളുടെയൊക്കെ അവസാനം പിന്നെ അത് വ്യഭിചാരത്തിലേക്ക് എത്താം. നമ്മൾ കഅബന്റെ ഉള്ളിൽ നിന്നാണ് തുടങ്ങിയാലോ വ്യഭിചാരം എന്ന് ആലോചിച്ചവര്. അങ്ങനെ കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് രണ്ടുപേരും കയറിയതേ ഓർമ്മയുള്ളൂ, കല്ലായി വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ കൽക്കഷ്ണങ്ങളായി മാറിയ ഈ കാമുകനെയും കാമുകിയെയും ഒരാളെ സഫന്റെ മുകളിൽ കൊണ്ടുപോയിട്ടു, മറ്റാളെ മർവന്റെ മുകളിൽ കൊണ്ടുപോയിട്ടു. തങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പത്തെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അവിടെ അങ്ങനെ കിടക്കുകയായിരുന്നു കുറേ കാലം. പിന്നെ ആരോധനെടുത്ത് നിർത്തിവെച്ചു, അങ്ങനെ നിന്നു. പിന്നെ വന്ന തലമുറ ഇത് എന്തോ കാര്യപ്പെട്ട ആളെന്ന് വിചാരിച്ച് തുടങ്ങി തൊഴുതാനും ആരാധിക്കാനും വന്ദിക്കാനും. അങ്ങനെ ദൈവമായി പിന്നെ ആരാധിക്കപ്പെടുക ഉണ്ടായത്. സംഗതി ഇവര് വൃത്തികേട് ചെയ്തതാ കഅബന്റെ ഉള്ളിൽ നിന്ന്. അബൂദർ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഞാൻ കഅബാലയത്തിന്റെ കില്ലന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക രാത്രി. പകലൊക്കെ ഇല്ലെങ്കിലൊക്കെ ഇറങ്ങി നടക്കും, രാത്രിയാകുമ്പോൾ ഒളിച്ചിരിക്കാൻ സ്ഥലമില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ കിടന്നുറങ്ങും. അപ്പൊ രണ്ട് പെണ്ണുങ്ങൾ ഇസാഫെ നായിലയെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളെ, ആ ഇസാഫിനെ കൊണ്ട് നായിലയെ ഒന്ന് കല്യാണം കഴിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. എനിക്ക് അഹദഹുമാ ബിൽ ആഖർ, നിങ്ങൾക്ക് ആ നായിലെ ഇസാഫിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തൂടെ എന്ന്. പിന്നെ അവർ കാണുന്നില്ല. അപ്പൊ അവര് ആരാധിക്കുന്ന ദൈവത്തെയാണ് അബൂദർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അവര്, ആരായി പറയുന്നത്? ആരാ ഞങ്ങളുടെ ദൈവങ്ങളെ ഇങ്ങനെ പറയുന്നത്? ഇത് ഞാനാണെന്ന് പറഞ്ഞു. ആരായി? ഞാൻ അബൂദർ. നിങ്ങൾക്കൊന്നും തലക്ക് വെളിയില്ലേ എന്ന് ചോദിച്ചു അബൂദർ റളിയല്ലാഹു അൻഹു. ആ പെണ്ണുങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ ആ സമയത്ത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളെങ്ങാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് കിട്ടേണ്ടത് കിട്ടിയിരുന്നേനെ എന്നും പറഞ്ഞിട്ട് ആ രണ്ട് പെണ്ണുങ്ങളും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പൊ അവരിങ്ങനെ എന്തൊക്കെയോ പിറുപിറുത്ത് ദേഷ്യപ്പെട്ടാ പോകുന്നത്. അപ്പോൾ പുണ്യനിബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആ വഴിക്ക് കടന്നു വരുന്നു. സ്വഹീഹ് മുസ്ലിമിലെ റിവായത്തിലുണ്ടത്. നിബിതങ്ങൾ ചോദിച്ചു, പെണ്ണുങ്ങളോട് എന്തേ നിങ്ങൾക്ക് എന്തോ വിഷമുണ്ടായല്ലോ? അവര് പറഞ്ഞു, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മുസ്ലിമീങ്ങളായിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ദൈവമായ നായിലെയും ഇസാഫിനെയും ഒരാൾ ചീത്ത പറഞ്ഞു, അതിൽ ദേഷ്യപ്പെട്ട് വെറുപെറുത്ത് പോരാണ് ഞങ്ങൾ. തങ്ങൾ പറഞ്ഞു, സാരല്ല, ആർക്കെങ്കിലും വിവരമില്ലാത്തത് കൊണ്ടായിരിക്കും. നമ്മളോട് ഇസ്ലാം പറഞ്ഞ എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങൾ കളിയാക്കരുത്. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. ഇവിടെ പല മതക്കാരും പല വിശ്വാസികളും പലരുണ്ടാവും. അവര്
പലതിനെയും ആരാധിക്കുന്നുണ്ടാവും. നിങ്ങൾ അവരുടെ അവർ അത് ദൈവമാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസം ശരിയോ തെറ്റോ എന്ന് ഒരു പഠനത്തിന് വിധേയമാക്കുന്നതിന് മുമ്പ് അവരുടെ ആരാധനയെ നിങ്ങൾ കളിയാക്കരുത്. കാരണം നിങ്ങൾ അവരുടെ ദൈവങ്ങളെ കളിയാക്കിയാൽ നിങ്ങളുടെ പടച്ചവനായ അള്ളാഹുവിനെ അവർ കളിയാക്കും. അത് നിങ്ങൾക്ക് വേദനയുണ്ടാക്കും. അത് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന അദബുകേടാണ്. പടച്ചവനെ ചീത്ത പറയാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കല്ലേ. അതുകൊണ്ട് മറ്റു മതവിശ്വാസികളുടെ ആരാധ്യ വസ്തുക്കളെ ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമ, അവർ അല്ലാഹുവിനെ ചീത്ത പറയാൻ ഇടവരും, നിങ്ങളത് ചെയ്യരുതേ എന്ന് നമ്മുടെ മതം വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് അബൂദർ റളിയല്ലാഹു അൻഹു 30 ദിവസം അവിടെ കഴിഞ്ഞ് മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുകയാണ്. മസ്ജിദുൽ ഹറാമിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഭക്ഷണമായി ഉള്ളത് സംസം മാത്രം. അബൂദർ തങ്ങൾ പറയുന്നു, ഞാൻ സംസം മാത്രമേ കുടിക്കുമായിരുന്നു. അന്ന് സംസം സുലഭമാണ്, തിരക്കൊന്നുമില്ലല്ലോ. ഞാൻ അബൂദർ തങ്ങൾ പറയാം, സംസം കുടിച്ച് എനിക്ക് വയറ് ചാടിയത്. അത് വലിയൊരു കൗതുകമുള്ള സംഭവമാണ്, ഹദീസിലുള്ള സംഭവമാണത്. അദ്ദേഹം നബി തങ്ങളോടും പറഞ്ഞു, നബിയെ സംസം കുടിച്ചിട്ട് എനിക്ക് അത്യാവശ്യം തടി വെച്ചു, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, 30 ദിവസമായി സംസം കുടിക്കുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണത്തിന് അതൊരു ഭക്ഷണം തന്നെയാണ് അബൂദറേ, സംസം ഭക്ഷണത്തിന് ഭക്ഷണമാണ്, പാനീയത്തിന് പാനീയവുമാണ് എന്ന് പുണ്യ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം കുടിച്ചിട്ട് തടി ഉഷാറായി എന്ന് പറഞ്ഞു. എനിക്ക് ഇച്ചിരി വയറൊക്കെ ചാടിയ പോലെ തോന്നിയെന്ന്. 30 ദിവസം സംസം തന്നെയാണ് കുടിച്ചത് അബൂദർ. എനിക്ക് വേറൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 10-20 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നെ ഇങ്ങനെ ഇടയ്ക്ക് കാണുന്നുണ്ട്. എന്നോട് ചോദിച്ചു, നിങ്ങളെ കുറേ ദിവസമായാലും ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്, എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കും തോന്നിയൊരു ഭക്ഷണം എന്തെങ്കിലും കിട്ടിയാലോ, ഓക്കെ എന്ന് പറഞ്ഞു പോയി. ആ വിളിച്ചു കൊണ്ടുപോയ ആളാരാണെന്നറിയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരു 17, 18, 20 വയസ്സിൽ താഴെ പ്രായമുള്ള ആ സമയം. 19 വയസ്സായിരിക്കും ഏകദേശം. ഹിജ്റയുടെ ഒരു 4 കൊല്ലം മുമ്പായി സംഭവം നടക്കുന്നത്. അങ്ങനെ 20 വയസ്സിൽ, ഏകദേശം 20 വയസ്സ്. അല്ലാഹു അലം. അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അബൂദർ ഗിഫാരി തങ്ങളെ. രസം എന്താണെന്നറിയോ? അബൂദർ തങ്ങളോട് അലിയാർ തങ്ങളോ അലിയാരോട് അബൂദർ തങ്ങളോ നിങ്ങളെ പേരെന്താ, നാടെന്താന്ന് ചോദിച്ചില്ല. അത് അറബികളുടെ ഒരു രീതിയാണ്. ഒരു അതിഥിയെ കിട്ടിയാൽ അയാൾ ഇങ്ങോട്ട് പറയാതെ അതിഥിയോട് പേര് ചോദിക്കൂല. ഈ കഥയുടെ മുമ്പ് ഞാൻ ഇടയ്ക്കൊരു ഓർമ്മ വന്നൊരു കഥ പറയട്ടെ. നിങ്ങൾ കഥ കേൾക്കാൻ റെഡിയാണോ? അതുള്ള സംഭവമാണ് അത്. ഒന്നൊരു സ്വലാത്ത് ചൊല്ലി ഇരുന്നാലോ, കുറേ സമയം ഇങ്ങനെ ഇരിക്കണേ, ചിലപ്പോൾ ഒരു തൂങ്ങിയ ഉറക്കമൊക്കെ അങ്ങ് വരാൻ ഇടയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ എവിടേക്കോ ഒരു ഉറക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് എണീറ്റോളും. ഒന്ന് എണീറ്റ് കയ്യും കാലൊക്കെ ഒന്ന് ഉഷാറായി, ഒന്ന് കൈയൊക്കെ ഒന്ന് കുടഞ്ഞ്, കാലൊക്കെ ഒന്ന് കുടഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് ഇപ്പുറത്തേക്ക് മാറി കൊടുക്കുക. അടുത്ത ആൾ നിങ്ങളെ സീറ്റിൽ നിങ്ങൾ ഓരോ സീറ്റിൽ ഇരിക്കാൻ നോക്കിയോ. സീറ്റിൻ്റെ ആ ചൂടൊക്കെ മാറി കിട്ടുമ്പോൾ ഒരു ചെറിയ ഉന്മേഷം ഉണ്ടാവുന്ന 3 സ്വലാത്തും ചൊല്ലുക. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിൻ്റെ ഹദറത്തിലേക്ക് ഈ സ്വലാത്തുകൾ നമ്മുടെ കാട്ടിച്ചിറയുടെ മഖാമിൻ്റെ പരിസരത്തുനിന്ന് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഹബീബിനെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അമവി ഭരണാധികാരികളുണ്ട്. അതായത് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചതാണ് അമവി ഭരണകൂടം. ഖിലാഫത്തുർ റാഷിദ, 4 ഖലീഫമാരുടെ, സുദീഖ് എന്നവര്, ഉമർ എന്നവര്, ഉസ്മാൻ എന്നവര്, അലിയാർ തങ്ങള്, ഇവരുടെ കാലം കഴിഞ്ഞതിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകുന്നത്. അവിടെ മുതലുള്ള ഭരണമാണ് അമവി ഭരണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അബ്ബാസി ഭരണം വന്നു. അമവി ഭരണം അവസാനിച്ച് അബ്ബാസി ഭരണം കടന്നു വരുമ്പോൾ, അമവികൾ ഒരുപാട് ഭരണാധികാരികൾ കഴിഞ്ഞു പോയിട്ട് ഒരു ഭരണകൂടം മാറുമ്പോഴേ പുതിയവർ വന്നാൽ പഴയവരോടൊരു ശത്രുത ചിലയിടത്തൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ.
അബ്ബാസി ഭരണകൂടത്തിന്റെ നേതാവ് അബുൽ അബ്ബാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഉത്തരവിട്ടു, അമവി ഭരണാധികാരികളിൽ നിങ്ങൾ അവരുടെ കുടുംബക്കാരെയോ മക്കളെയോ ആരെ കണ്ടാലും കൊന്നോളൂ. യാ അല്ലാഹ്, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ കൊല്ലപ്പെടാത്ത രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ. അതിൽപ്പെട്ട ഒരാളുണ്ട് ഇബ്രാഹിം ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ബിൻ മർവാൻ ബിനുൽ ഹകം. മർവാൻ ബിൻ അബ്ദുൽ മലിക്കിന്റെ മകൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, അദ്ദേഹത്തിന്റെ മകൻ ഇബ്രാഹിം. അദ്ദേഹം അമവി ഭരണാധികാരിയുടെ മോന. ഇയാള് ഷാമിൽ നിന്ന് ഇറാഖിലേക്ക് ഓടുകയാണ്. കാരണം ആരെങ്കിലും പിടിച്ചാൽ തല പോകും. അങ്ങനെ രക്ഷപ്പെട്ട് ഷാമിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന് അദ്ദേഹം ഇറാഖിലേക്ക് നാടുവിടുകയാണ്. അങ്ങനെ അദ്ദേഹം കൂഫയിലെത്തി. ഒരു വീട് വാടകയ്ക്ക് എടുത്തു. മിണ്ടാണ്ട് അവിടെ ഇരിക്കാം. കാരണം അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ അബ്ബാസികളിൽപ്പെട്ട ഏതോ ഒരാളുടെ വാപ്പാനെ കശാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും പ്രതികാരം കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെയാണല്ലോ, അധികാരം കയ്യിൽ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പകരം കിട്ടും. അങ്ങനെയാണ് ഭരണകൂടങ്ങൾ ചെയ്യാൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ജനൽ തുറന്നപ്പോണ്ട് ഒരുപാട് കൊടിയും പിടിച്ച ആളുകൾ ഇങ്ങനെ വരുന്നു. ആരവം കണ്ടപ്പോൾ ഇബ്രാഹിം ഇബ്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇബ്നുൽ ഹകം ഇദ്ദേഹം ഇത് കണ്ടപ്പോൾ പേടിച്ചു. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവരൊക്കെ അബ്ബാസികളാണ്. അപ്പോൾ ഉറപ്പിച്ചു തന്നെ പിടിക്കാൻ വരികയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ആ ഓട്ടം ഓടി 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 അദ്ദേഹം ബസ്രയിലെത്തി. ഇറാഖിലെ തന്നെ ബസ്രയിൽ. എവിടെ അഭയം? ആരും അറിയുന്നവരില്ല. ഇദ്ദേഹം വലിയൊരു മുതലാളിയായിരുന്നു, പക്ഷെ ഒന്നും കയ്യിലില്ല. അങ്ങനെ ഒരുപാട് വീടുകളിൽ ചെന്ന് നോക്കുമ്പോൾ എല്ലാ വീടിന്റെയും വാതിൽ അടച്ചിരിക്കുകയാണ്. അപ്പൊ അവിടേക്കൊന്നും വാതിൽക്കൽ മുട്ടിക്കയറാനൊന്നും തോന്നിയില്ല. ഒരു വീടിന്റെ വാതിൽ മാത്രം, നമ്മൾ പണ്ട് ഉസ്താദന്മാരൊക്കെ പള്ളിയിൽ വെക്കുന്ന പോലെ ഒരു വാതിൽ അടച്ചിട്ടും മറ്റേത് തുറന്നിട്ടും, അങ്ങനെ ഒരു സിസ്റ്റം. വരണ്ടവർക്ക് വരാം, അല്ല തള്ളി തുറന്ന് വരും വേണ്ട അല്ലെ? അങ്ങനെ മുദരിസ് ഉസ്താദന്മാരൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ, ഖത്തീബ്മാരൊക്കെ. അപ്പോൾ ഒരു വാതിൽ ഇങ്ങനെ തുറന്ന് കിടക്കേണ്ട ഒരു വാതിലാണ്. ഒന്നും തോന്നിയില്ല. അദ്ഖുലു, ഞാൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഉള്ളിലേക്ക് കടന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോ ആള് പറഞ്ഞു കടന്നോന്ന്. വീട്ടിൽ നിന്ന് മറുപടിയും വന്നു. ഇയാളും കയറിയിരുന്നു. അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. എനിക്കൊരു അഭയം തരണം. അപ്പൊ പറഞ്ഞു, നിനക്ക് ഞാൻ അഭയം തന്നിരിക്കുന്നു, നീ പേടിക്കണ്ട. എന്തിനാ പേടിക്കണത്? എന്നെ അബ്ബാസികൾ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. നീ ഒരു പേടിയും പേടിക്കണ്ട, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അയാൾക്ക് ഭക്ഷണം കൊടുത്തു, താമസം കൊടുത്തു. ഒരു മാസം കഴിഞ്ഞു. ഈ വന്ന അതിഥിയോട് വീട്ടുകാരൻ നിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചിട്ടില്ല. എന്താ നിന്റെ കഥ എന്നും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ഇതൊക്കെ അറബികളുടെ ഭയങ്കര ക്വാളിറ്റി ആട്ടോ. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊരാൾ പിരിവന്നാൻ്റെ നാടേതാ പേരേതാ ഫാത്തി ഒതുക്കുക നിസ്കരിച്ച കുനൂത്ത് പറഞ്ഞാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യൂലേ? അതൊന്നും അവർ ചെയ്യൂല. അവർ നിനക്ക് മനുഷ്യനാണ്, വിശന്നിരിക്കുന്ന ആളാണ്, അഭയം ചോദിച്ചു വന്നതാണ്, അഭയം കൊടുക്കണം. ഇത്രേ അവർക്ക് അറിയുള്ളൂ. ഭക്ഷണം കൊടുത്തു, നല്ല ഭക്ഷണം കൊടുത്തു. നമ്മൾ 3 ദിവസം കഴിഞ്ഞാൽ പറഞ്ഞേക്കൂലേ? സ്വന്തം കുടുംബക്കാരാണെങ്കിൽ പോലും. അല്ല, പോലെ പരിപാടിയൊന്നും ഇല്ലേ? 3 ദിവസമാണ് അതിഥി സൽക്കാരം എന്ന് കേട്ടിട്ടുണ്ട്. അതീത്ത് വേദ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഉസ്താദന്മാർ. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇദ്ദേഹം പറഞ്ഞില്ല കേട്ടോ. ഇബ്രാഹിം ഇബ്നു സുലൈമാൻ അദ്ദേഹം അവിടെ തന്നെ താമസിച്ചു. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3, 4, 5 മാസം കഴിഞ്ഞു. 5 മാസത്തിനിടയ്ക്ക് രാത്രി താമസിക്കും, പകല് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ പോയിട്ട് വരും. എന്നാ നിങ്ങൾ ആരാണ്? എന്തിനാ നിങ്ങൾ വന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? ഇതൊന്നും വീട്ടുകാരൻ ഇയാളോടോ ഇയാൾ വീട്ടുകാരനോടോ ചോദിച്ചിട്ടില്ല. 5 മാസം കഴിഞ്ഞു. 5 മാസം കഴിഞ്ഞപ്പോ ആ വീട്ടുകാരൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ട് ചോദിച്ചു, ഇനി ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ അമവി ഭരണകൂടത്തിൽപ്പെട്ട ആളാണ്. അതെ, പേടിക്കൊന്നും വേണ്ട. അപ്പൊ ഈ വീട്ടുകാരൻ അബ്ബാസിയാണ്. വീട്ടുകാരൻ പറഞ്ഞു, അമവികൾ ഒരുപാട് ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ട്. എൻ്റെ വാപ്പയെ കൊന്ന ഒരാളുണ്ടായിരുന്നു അമവികളിൽ. 10-20-30 കൊല്ലത്തെ മുമ്പത്തെ കഥയാ പറയണത്. എൻ്റെ വാപ്പയെ കൊന്നൊരു ഘാതകനുണ്ട്. അയാളെ കിട്ടിയാൽ ഞാൻ അയാളെ തിരിച്ചു കൊല്ലണമെന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. ആളുടെ പേരറിയോന്ന് ചോദിച്ചു. ആരെങ്കിലും വാപ്പാനെ കൊന്നതെന്ന്. അയാളുടെ പേര് ഇബ്രാഹിം ഇബ്നു സുലൈമാൻ. ഈ 5 മാസമായി വരി കുത്തിരിക്കുന്ന ആളത്. ഇബ്രാഹിം ഇബ്നു സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഇബ്നുൽ ഹകം. മുഴുവൻ പേര്, മുഴുവൻ അഡ്രസ്, 4 വാപ്പാരെ പേരടക്കം പറഞ്ഞെടുത്തു. പഠിച്ചോനെ, വീട്ടുകാരൻ വിചാരിച്ചത് എന്താ? അതിഥിയോട് നീ പൊയ്ക്കോ എന്ന് പറയുന്നത് മോശമാണ്, അത് ചെയ്യാൻ പാടില്ല. അത് അതിഥിയായിട്ട് ഞാൻ പോട്ടെ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. അയാൾ ചോദിക്കുന്നില്ല
ഞാൻ പോട്ടെ എന്ന് പറയുന്നില്ല. അപ്പൊ അതിഥിയോട് നീ പൊയ്ക്കോ എന്ന് പറയുന്നത് മാന്യതയല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഇഷ്ടമുള്ള സമയം നിൽക്കട്ടെ. ഭക്ഷണമല്ലേ, നമുക്ക് വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ഒരാൾക്കല്ലേ ഏറെ വെക്കേണ്ടതുള്ളൂ, അതങ്ങ് കുറച്ച് ഭക്ഷണം ഏറെ വെച്ചാൽ പോരെ. അങ്ങനെ ഇദ്ദേഹത്തോട് ഈ മനുഷ്യൻ പറഞ്ഞു, ഇബ്രാഹിം ഇബ്നു സുലൈമാൻ എന്നവർ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ നെട്ടരുത്. ഇല്ലല്ലേ, പറഞ്ഞോളൂ. നിങ്ങളുടെ വാപ്പയുടെ ഘാതകൻ ഞാൻ തന്നെയാണ്, നിങ്ങൾക്കെന്നെ കൊല്ലാം. എന്ത്, നിങ്ങളോ? അതെ, ഞാനാണത്. ഞാൻ അഭയം പ്രാപിച്ച് ഓടി വന്ന് കയറി വരുന്ന വീട് യാദൃച്ഛികമായി നിങ്ങളുടെ വീട്, എനിക്കതൊന്നും അറിയില്ല. ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം. വീട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഞാനെങ്ങാനും നിങ്ങളെ ഇപ്പൊ കൊന്നാൽ ആളുകൾ പറയും അറബ് ലോകം വിളിച്ചു പറയും സ്വന്തം അതിഥിയെ കൊന്ന ആളാണ് ഞാനെന്ന് എന്നെ പറ്റി പറയും. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇബ്രാഹിം, എന്റെ കൺമുമ്പിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് എന്ത് വേണം സഹായം ഞാൻ തരാൻ. നിങ്ങളെടുത്തിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോ, എന്റെ കൺമുമ്പിൽ ജീവിക്കല്ലേ. നിങ്ങളെ കാണുമ്പോൾ എൻ്റെ വാപ്പയെ നിങ്ങൾ കൊന്നുകളഞ്ഞതിന്റെ പ്രതികാരം എടുക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒരു അതിഥിയെ കൊല്ലുന്നത് മോശവുമാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അതിഥിയായി നിൽക്കാതെ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടേക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. യാത്രക്കുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചത്. ഇതൊക്കെ അറബ് ചരിത്രങ്ങളിലേ നമുക്ക് കാണാൻ കഴിയൂ. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അബൂദർ റളിയല്ലാഹു അൻഹു താമസിക്കാൻ അങ്ങനെ ആദ്യത്തെ ദിവസം ഭക്ഷണം കഴിച്ചു. അങ്ങനെ രാത്രി അവിടെ താമസിച്ചു. പകലിൽ മസ്ജിദുൽ ഹറാമിൽ വന്ന് നിൽക്കുന്നു മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു. പിറ്റേന്നും കണ്ടു അലി റളിയല്ലാഹു അൻഹു. അപ്പൊ അലി തങ്ങൾ ചോദിച്ചു, അമാ ആന ലിർറജുലി അൻ യഅലമ മൻസിലഹ, അമാ ആന ലിർറജുലി അൻ യഅലമ മൻസിലഹ. ഇയാൾക്ക്, അങ്ങനെ ഇരിക്കണം, അബൂദർ തങ്ങളുടെ പേരൊന്നും അറിയില്ല, ഇയാൾക്ക് വീട് എവിടെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്, അലി തങ്ങളുടെ വീട്, ഇന്നലെ പോയ വീടല്ലേ, എന്തിനാണ് ഇവിടെ തന്നെ പള്ളിയിൽ കൂടുന്നത്? എൻ്റെ വീട്ടിലേക്ക് വന്നൂടെ? എൻ്റെ വീട്ടിലുള്ള വഴി ഇയാൾക്ക് അറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് രണ്ടാമത്തെ ദിവസവും ഭക്ഷണത്തിന് എൻ്റെ വീട്ടിലേക്ക് വന്നൂടെ? ഇതാണ് അറബികളുടെ ആതിഥ്യ മര്യാദ. പേര് ചോദിക്കൂല, നാടും ഇതൊന്നും വിഷയമല്ല, മനുഷ്യനാണ്. വെള്ളവും ഭക്ഷണവും താമസവും വേണം, നിങ്ങൾ കൊടുക്കാം. ഇസ്ലാമിക് വരുന്നതിന് മുമ്പേ ഉണ്ട് കേട്ടോ, ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ഉത്ബത്ത് ഇബ്നു അബീ മുഅയ്യിത്തിന്റെ മകളാണ് ഹിന്ദ് ബിൻത് ഉത്ബ. ഹിന്ദ് ബിൻത് ഉത്ബ എന്ന് പറഞ്ഞാൽ ആരുടെ ഭാര്യയാണ്, ആരുടെ ഉമ്മയാണെന്നറിയോ? ആരുടെ ഭാര്യയാണ്? അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യയാണ്. ആരുടെ ഉമ്മയാണ്? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ഹിന്ദ് എന്നവർ ഇച്ചിരി ശൂരതയുള്ള പെണ്ണാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോൾ പച്ചക്കരൾ കടിച്ചു തുപ്പിയ പെണ്ണ് ഇവരായിരുന്നു. പക്ഷെ അവർ ഇസ്ലാം സ്വീകരിച്ചു. നമുക്കൊരു വെറുപ്പൊന്നും തോന്നാൻ പാടില്ല. അത് കഴിഞ്ഞു, കഴിഞ്ഞ കാലമാണ്. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞ കാലം ഇതൊക്കെ അല്ലാഹു പുറത്തു കൊടുത്തു കഴിഞ്ഞു. ഹിന്ദ് ബിൻത് ഉത്ബ, അവരെ കല്യാണം കഴിച്ചിരുന്നത് ജാഹിലിയ്യത്തിൽ വേറെ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഉത്ബാൻ എന്നോ മറ്റുമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ വാപ്പ ഉത്ബ മക്കയുടെ നേതാവല്ലേ, അദ്ദേഹം വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ യാത്രക്കാർക്ക് താമസിക്കാനുള്ള ഫ്രീ സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അന്നങ്ങനെയാണ് യാത്രക്ക് വരുന്നവര് വഴിയിൽ മക്കയിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസുകൾ, അത് ഫ്രീ ആണ്, അവിടെ താമസം ഫ്രീ ആണ്, ഭക്ഷണം ഫ്രീ ആണ്. എത്രയും ദിവസം താമസിക്കുക, ആരും ചോദിക്കൂല. അവിടുത്തെ ആരാണോ തറവാട്ടുകാർ അവരാണ് അങ്ങോട്ട് ഭക്ഷണം കൊടുക്കുക. അവിടെ 10, 20, 50, 100 ആളുകൾ ചിലപ്പോൾ വന്നു വരും. അതൊന്നും ഇവിടെ വിഷയമല്ല. അങ്ങനെ ഹിന്ദ് ബിൻത് ഉത്ബയുടെ ഉപ്പ ഉത്ബത്ത് ഇബ്നു അബീ മുഅയ്യിത്ത്, അദ്ദേഹം ദുഷ്ടനായ മനുഷ്യനായി, നബി ഞങ്ങളുടെ ശത്രുവായിരുന്നു. പക്ഷേ ജാഹിലിയ്യ കാലം അദ്ദേഹം ഒരു സത്രമുണ്ടാക്കിയിരുന്നു ഇങ്ങനെ യാത്രക്കാർക്ക് വിശ്രമിക്കാൻ. അങ്ങനെ ഹിന്ദ് എന്നവരുടെ കല്യാണം കഴിഞ്ഞപ്പോൾ, ഹിന്ദ് എന്നവരുടെ ആദ്യത്തെ ഭർത്താവിന്റെ പേരൊന്ന് നോക്കാൻ പറ്റുമോ സാറേ? ഒരു ദിവസം ഈ ഹിന്ദ് ബീവിയുടെ ഒരു ചരിത്രമുണ്ട്. അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ നബിതങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം. ബൈഅത്ത് ചെയ്യാൻ പെണ്ണുങ്ങളോട് തങ്ങൾ തൊടൂല, മറയുടെ മറവിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുക ചെയ്യാം. പെണ്ണുങ്ങൾക്ക് കൈ കൊടുത്തിട്ടല്ല, മുസാഫത്ത് ചെയ്തിട്ടല്ല ബൈഅത്ത് ചെയ്യുക. അവർ മറവിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുക. തങ്ങൾ ബൈഅത്ത് വേണമെന്ന് പറഞ്ഞോളൂ നബിയെ, ഫഅല അല്ലാ തുശ്രികി ബില്ലാഹ്, ശിർക്ക് ചെയ്യരുത്, നുണ പറയരുത്, മോഷണം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. അവിടെ എത്തിയപ്പോ ഹിന്ദ് ബീവിയാണ് ചോദിച്ചത്, യാ റസൂലല്ലാഹ് അവ തസിനിൽ ഹുറ,
സ്വതന്ത്രയായ ഒരു പെണ്ണ് നബിയെ വ്യഭിചാരം ചെയ്യുമോ റസൂലേ? സ്വതന്ത്രയായ ഒരു പെണ്ണ്, അടിമകളല്ലേ ആ പണി ചെയ്യാറുള്ളത്? അടിമ പെണ്ണുങ്ങൾ അവർ കാശിന് വേണ്ടി എന്തും ചെയ്തേക്കും. ഞങ്ങൾ സ്വതന്ത്രകളായ അഭിമാനികളായ പെണ്ണുങ്ങളല്ലേ നബിയെ, ഞങ്ങളോട് അതൊക്കെ വാക്ക് തരണമെന്ന് പറയേണ്ടതുണ്ടോ? അവതസിനിൽ ഹുറ, സ്വതന്ത്രയായ അവതസിനിൽ ഹുറ, സ്വതന്ത്രയായ പെണ്ണുങ്ങള് നബിയെ വ്യഭിചാരം ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. ഇതിൽ കിട്ടിയില്ലല്ലോ. രണ്ടാമത് ഹിന്ദ് സൗകര്യല്ല. ഹിന്ദ് ബിൻത് ഉത്ബ, ഹിന്ദ് ബിൻത് ഉത്ബ. അല്ല, അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവർ രണ്ടാമത് കല്യാണം കഴിച്ചാണ്. അദ്ദേഹത്തിന് അവരുടെ ആദ്യത്തെ ഭർത്താവുണ്ട്. അല്ല, എന്താണ് കിട്ടിയോ സാർ? ഒരു മുഗീറക്കാരനാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഹിന്ദും ഫിൽ ജാഹിലിയ്യ. ഓക്കെ, ഏതായിരുന്നാലും ഉത്ബ നബി മുഅയ്യിത്തിന്റെ ഈ മകൾ ഒരു സ്വതന്ത്രയായ പെണ്ണ് ഒരിക്കലും വ്യഭിചരിക്കില്ലല്ലോ നബിയെ, അത് പറയേണ്ടതുണ്ടോ എന്ന് അങ്ങോട്ട് പറഞ്ഞ മഹദിയാണ് റളിയല്ലാഹു തആല. ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് അവരുടെ ആദ്യ ഭർത്താവിൻ്റെ കൂടെ അവർ താമസിക്കുന്ന ഒരു സമയം. ഏതായിരുന്നാലും അതിഥികൾ വന്നു നിൽക്കാറുള്ള ഒരു ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ ഒരു ദിവസം രാവിലെ ഹിന്ദ് റളിയല്ലാഹു അൻഹ ഹഫ്സ് ബിൻ മുഗീറ, അതെ, ശുക്രാൻ, ജസാക്കല്ലാഹു ഖൈർ, ആദ്യത്തെ ഭർത്താവ് ഹഫ്സ് ബിൻ മുഗീറയുടെ കൂടെ ഹിന്ദ് എന്നവർ താമസിക്കുന്ന കാലം ഒരു ഗസ്റ്റ് റൂമിൽ അവരുടെ വാപ്പുണ്ടാക്കിയ ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിൽ ആരോ വന്ന് കിടന്നുറങ്ങുന്നുണ്ട്, ഏതോ ഒരു യാത്രക്കാരൻ. അത് ആർക്കറിയില്ല, ഹിന്ദ് ബിൻത് ഉത്ബക്ക് അറിയില്ല. അങ്ങനെ രാവിലെ ആ വീട് വൃത്തിയാക്കാൻ വേണ്ടി, കല്യാണം കഴിഞ്ഞ വീടല്ലേ, അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് വൃത്തിയാക്കൂല്, പ്രത്യേകിച്ച് വീടിന്റെ പരിസരങ്ങളൊക്കെ. ആ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഹിന്ദ് എന്നവരെ ആ ഹൗസിലേക്ക് കയറി വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അതിന്റെ ഉള്ളിലെ റൂമിൽ കിടക്കുന്നത്, ഉറങ്ങുന്നത്, ഇതൊക്കെ രാവിലെയാണ്, നേരം വെളുത്തതിന് ശേഷമാണ്. ബീവി അത് കണ്ടപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് കൂടി. അതൊന്നും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അന്ന് ഇസ്ലാമിന്റെ ശത്രുവാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, നബി തങ്ങൾ വരുന്നതിന്റെ മുമ്പാണിത്, വരുന്നതിന്റെ മുമ്പ് ശത്രു, പിന്നെ അതിന് ശേഷം തങ്ങൾ നുബുവത്ത് പ്രഖ്യാപിച്ചതിന്റെ ശേഷം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നതാണ് ഭർത്താവ് കാണുന്നത്. അത് കണ്ടപ്പോഴേക്കും ഭർത്താവ് അതിനുള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോൾ ഒരുത്തനോട് കടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ഭർത്താവ് എവിടെ യാത്ര കഴിഞ്ഞ് വരിക, ഇയാൾ കൂട്ടി വായിച്ചു, ഹിന്ദ് ഇയാളുടെ കൂടെ കിടക്കുകയായിരുന്നു ഇത്രയും സമയം. അയാളുടെ കാഴ്ചയിൽ ഹിന്ദ് ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നതാ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, ഹിന്ദിനെ എനിക്ക് വേണ്ട, അവൾ വ്യഭിചരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും കാഫിര്യങ്ങളാണെന്ന്. ഹിന്ദ് വ്യഭിചരിച്ചു എന്ന ആരോപണം അത് ഹിന്ദിന് സഹിക്കാൻ പറ്റിയില്ല. വാപ്പയോട് ചെന്ന് പറഞ്ഞു, വാപ്പ, ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ മേൽ എന്റെ ഭർത്താവ് ആരോപിച്ചിരിക്കുകയാണ്. വാപ്പ ഭയങ്കര പോക്കിരിയാണ്, ഉണ്ടായിസം കളിക്കുന്ന ആളാ. മോളെ, നീ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോള് ഞാൻ അറിഞ്ഞാൽ മതി, ഉണ്ടെങ്കിൽ അയാളെ ഞാൻ ശരിയാക്കും, നിന്റെ ഭർത്താവിനെ ഞാൻ കൊല്ലും, കാരണം അത് അയാളെ പറഞ്ഞു നടക്കാനുള്ള അവസരം ഞാൻ കൊടുക്കൂല. നീ അത് ചെയ്തിട്ടില്ലേ, അത് നിനക്കുറപ്പുള്ള വിഷയമാണെങ്കിൽ നിന്റെ ഈ ഭർത്താവിനെ ഒഴിവാക്കി പുതിയൊരു ഭർത്താവിനെ ഞാൻ നിനക്ക് കൊണ്ടുതരും, അതുകൊണ്ട് മോൾ ടെൻഷൻ അടിക്കണ്ട പറഞ്ഞു. വാപ്പ, ഞാൻ നിരപരാധിയാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ എന്നെ ബോധിപ്പിക്കണം, എനിക്കത് ബോധിപ്പിക്കാൻ നിർബന്ധമാണ്. ആരാണിത് തെളിയിക്കുക? ഒരു നബിയോ പ്രവാചകനോ ജീവിച്ചിരിപ്പില്ല അന്ന് യമനിൽ ജ്യോത്സ്യന്മാരുണ്ട്. യമനിൽ ചില ജ്യോത്സ്യന്മാർ, പിശാചിന്റെ സഹായത്തോടെ പണിയെടുക്കുന്ന ആൾക്കാര്. വാപ്പ പറഞ്ഞു, മോളെ, നമ്മൾ യമനിലേക്ക് പോവാണ്.
യമനിൽ പോയിട്ട് അവിടുത്തെ ഒരു ജ്യോത്സ്യനുണ്ട്, പേര് കേട്ട ജ്യോത്സ്യൻ. അയാളുടെ മുമ്പിൽ നിന്റെ ഭർത്താവിനെയും അവന്റെ വീട്ടുകാരെയും നിർത്തിയിട്ട് നിന്റെ നിരപരാധിത്വം വാപ്പ തെളിയിക്കും എന്നാ പോവാന്ന് പറഞ്ഞ് അവർ പോകാൻ റെഡിയായ ഒരു സംഭവമുണ്ട്. അത് പിന്നെ അങ്ങനെ അത് മറ്റു ചരിത്രമാണ്. അങ്ങോട്ട് നമ്മുടെ വിഷയം ഈ അതിഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഫ്രീ ചെയ്തു കൊടുക്കുന്ന ജാഹിലിയത്തിൻ്റെ ഒരു സംസ്കാരം പറഞ്ഞതാണ്. ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുന്ന നേരത്ത് ഹിന്ദു ബീവി വേറെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ വാപ്പ ചോദിച്ചു, മോളെ നിനക്ക് എന്താ ടെൻഷൻ? വാപ്പ, ഇതൊക്കെ മനുഷ്യന്മാരല്ലേ, അയാൾക്കെങ്ങാനും വല്ല തെറ്റും പറ്റിയിട്ട് അയാൾക്ക് പിഴച്ചു പോയിട്ട് ഞാനത് ചെയ്തവളാണെന്ന് അയാളെങ്ങാനും പറഞ്ഞാൽ പിന്നെ മാനം പോയില്ലേ? അറബ് ലോകത്ത് മുഴുവൻ ഉത്ബയുടെ മകള് വ്യഭിചരിച്ചു എന്ന് പറയൂലേ? നോക്കണം, അവർ ഇതുപോലെയുള്ള തിന്മകളെ എങ്ങനെയാ കണ്ടിരുന്നത്. സംഗതി അവർ ജാഹിലിയത്തിലാണ്, പക്ഷെ വ്യഭിചാരം അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ വാപ്പ പറഞ്ഞു, മോളെ നമുക്ക് ആദ്യം അയാളൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്, അത് ഞാൻ ഒളിപ്പിച്ചു വെക്കും ഒട്ടകത്തിന്റെ കട്ടിലിൽ. അത് എവിടെയാണ് വെച്ചത് എന്ന് അയാളോട് കണ്ടുപിടിക്കാൻ ഞാൻ പറയും. തൊടാതെ അയാൾ കണ്ടുപിടിക്കണം. പോരെ? അത് ശരിയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ടെസ്റ്റ് ഇരുത്തിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ ഹിന്ദിന്റെ കൂടെ 10-20 പെൺകുട്ടികളെ വേറെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ജ്യോത്സ്യനോട് പറഞ്ഞു, ഖബ്ബഅ്തുലക ഖബീഅൻ, ഞാനൊരു സീക്രട്ട് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് കാണിച്ചതാന്ന് പറഞ്ഞു. 100 കണക്കിന് ഒട്ടകങ്ങൾ വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന് യമനിലേക്ക്. ആ ഒട്ടകക്കട്ടിലെ എവിടെയാണോ ഇയാൾ വാപ്പ സൂക്ഷിച്ചു വെച്ചത് അതിലേക്ക് നോക്കിയിട്ട് ദാ ഇതിനുള്ളിലാണ് എന്ന് പറഞ്ഞു കൊടുത്തു. മോളെ സമാധാനായില്ലേ? ഇനി ഇയാളോടൊന്ന് പറയിപ്പിച്ചാലോ? ഓക്കെ. അങ്ങനെ 20-ലേറെ പെൺകുട്ടികളെ ഒരുമിച്ചിരുത്തി ജ്യോത്സ്യന്റെ മുമ്പിൽ. ഉത്ബയുടെ കുടുംബക്കാർ മുഴുവൻ ഖുറൈശികൾ ഇപ്പുറത്ത്, ഭർത്താവിന്റെ കുടുംബക്കാർ ഇപ്പുറത്ത് വേറെ. ഇവരൊക്കെ കാത്തിരിക്കുകയാണ്, വലിയൊരു സംഭവത്തിന് തെളിയിക്കാൻ പോവാൻ. ജ്യോത്സ്യപ്പണി ഹറാമാണ്, അത് വേറെ വിഷയം. ജാഹിലിയ കാലം അവർ ചെയ്തത് ചരിത്രമാണ്, അതുകൊണ്ട് പറയാണെന്ന് മാത്രം. എന്നിട്ട് പറഞ്ഞു, ഉത്ബ പറഞ്ഞു ജ്യോത്സ്യനോട്, അയാൾക്ക് ഒരുപാട് പൈസ കൊടുക്കണം, അതൊക്കെ ഞാൻ തരും. ഈ 10-20 പെണ്ണുങ്ങളിൽ വ്യഭിചാരം ചെയ്തു എന്ന് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ആരോപണം പറയുന്നുണ്ട്, എന്നാൽ അവൾ നിരപരാധിയുമാണ്, അതാരാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അപ്പൊ ജ്യോത്സ്യം വന്നു. 10-20-25 പെൺകുട്ടികൾ ഒരേ പ്രായക്കാരിങ്ങനെ നിരന്നിരിക്കുകയാണ്. അപ്പോ കൂമി, ആദ്യത്തെ എണീക്ക് പോയിക്കോ, കൂമി എണീക്കുന്ന ഓരോരുത്തരെയും ഇങ്ങനെ എണീപ്പിച്ച് ഹിന്ദിയിലേക്ക് എത്തിയപ്പോ കൂമി ഗൈറ സാനിയ, എണീക്ക്, നീ വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. യാ അല്ലാഹ്. അതിലൊഴുത്തു പറഞ്ഞു, എൻ്റെ മകളുടെ അഭിമാനം ഞാൻ രക്ഷിച്ചു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ കൂട്ടിക്കോളാം, നീ പോയിക്കോ, നിനക്ക് ഞാൻ കെട്ടിച്ചേരൂല, എൻ്റെ മോളെ നീ ആരോപിച്ചതല്ലേ, അതുകൊണ്ട് ഇനി എനിക്ക് നിന്നെ വേണ്ട. അയാൾ കാര്യം പറഞ്ഞു, ഈ മോളാണല്ലേ. ആരാ മോള് എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ജ്യോത്സ്യനോട്. നിങ്ങളുടെ ഈ മോള് ലതലിദു മലികൻ യംലികുൽ അറബ വൽ അജം, അറബികളെയും അജമികളെയും ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഈ മകൾക്ക് ഒരു മകനായി ജനിക്കാൻ പോകുന്നുണ്ട്. ഇസ്മുഹു മുആവിയ, അവന്റെ പേര് മുആവിയ ആയിരിക്കും. പടച്ചോനെ, അതൊക്കെ ശൈത്താന്മാർ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കേണ്ട. പിശാചുക്കളുടെ ഇടപെടൽ മൂലം ജ്യോത്സ്യപ്പണികളിൽ പലരും കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു വരും, പക്ഷെ നമുക്കത് ഹറാമാണ്. ഹറാം തന്നെയാണ്. ഒരു കൈനോട്ടക്കാരനെ പോയി കൈ കാണിച്ചു കൊടുക്കൽ ഹറാമാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈനോട്ടക്കാരന് മുമ്പിൽ കൈ വെച്ചു കൊടുത്തിട്ട് എൻ്റെ ഭാവി എന്ന് പറയോ, എൻ്റെ കഴിഞ്ഞ കാലം എന്ന് പറയോ എന്ന് ചോദിക്കുകയോ രാശി ശാസ്ത്രം വായിക്കുകയോ ചെയ്താൽ അത് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന അത്ര ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ആദ്യത്തെ ഭർത്താവ് ഞാൻ ഹിന്ദിനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞപ്പോ ഹിന്ദാണ് പറഞ്ഞത്, അറബികളെയും അജമികളെയും ഭരിക്കാൻ പോകുന്ന ഒരു ഭരണാധികാരിയുടെ വാപ്പയാവാൻ നിങ്ങൾക്കിപ്പോ യോഗ്യതയില്ല. അതിനുശേഷമാണ് മക്കയുടെ നേതാവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ഹിന്ദിനെ കല്യാണം കഴിക്കുന്നത്. അവർക്ക് ജനിച്ച മോനാണ് മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമ. ആ ഹിന്ദും അബൂ സുഫിയാൻ എന്നവരും ആദ്യകാലം ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു, പക്ഷേ പിന്നീട് അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. മുആവിയ തങ്ങൾ അമവി ഭരണകൂടത്തിന്റെ സ്ഥാപകനായി മാറി. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ അറബ് ലോകത്തിന്റെ വലിയ ചില ക്വാളിറ്റികളുണ്ട്. നമ്മൾ പണ്ട് അബൂജഹലിന്റെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുണ്യനബി തങ്ങളെ 7ഓളം യുവാക്കൾ വാളെടുത്ത് വെച്ച് പുണ്യനബിയുടെ വീട് വളഞ്ഞ നബി തങ്ങളെ ഒറ്റയ്ക്ക് ഓൾ ഓഫ് എ സഡൻ എല്ലാവരും 7 പേര് നബി തങ്ങളുടെ മേൽ ജമ്പ് ചെയ്തിട്ട് നബി തങ്ങളെ കൊല്ലണം. 7 പേരും നബി തങ്ങളുടെ മേൽ ചാടി വീഴണം. തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഹിജ്റയുടെ തൊട്ട് മുമ്പുണ്ടായ സംഭവം. അങ്ങനെ നബി തങ്ങൾ എന്ത് ചെയ്തു?
ഒരുപടി മണ്ണുവാരി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ വരെ ഊതിയിട്ട് അങ്ങോട്ട് എറിഞ്ഞു. എല്ലാവരുടെ കണ്ണിലും മണലായി. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. അങ്ങനെ നബി തങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവര് അബൂജഹൽ എന്ന നേതാവിനോട് പോയി പറഞ്ഞു, അബുൽ ഹക്കം ഞങ്ങൾ കിട്ടിയില്ല, ആള് രക്ഷപ്പെട്ടു. അദ്ദേഹം കുറെ ചീത്ത പറഞ്ഞിട്ടോ, യു ലെറ്റ് ഹിം എസ്കേപ്പ് യു, നിങ്ങൾ എങ്ങനെയാ രക്ഷപ്പെടാൻ വിട്ടത് എന്ന് കുറെ പറഞ്ഞു. അപ്പൊ ചില ആളുകൾ പറഞ്ഞ, അബൂജഹലെ നീ എന്ത് നേതാവാണ്, നിങ്ങൾ എന്ത് നേതാവാ? അങ്ങനെ ഒരാൾ വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അവിടെ ആകെ 10-20 വയസ്സുള്ള ചെറുപ്പക്കാരൻ അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരാ ഉള്ളിലുള്ളത്. ആ രണ്ടാൾ മാത്രമുള്ള വീട്ടിലേക്ക് കയറി ചെന്ന് മുഹമ്മദ് നബിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒന്നുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അബൂജഹൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൾ അബൂജഹൽ തന്നെയാണ്, ഫിർഔനു ഹാദിഹിൽ ഉമ്മ. പക്ഷെ അയാൾ ഒരു ക്വാളിറ്റി പറഞ്ഞു, എന്നിട്ട് വേണം വതഖൂലൽ അറബ്, എന്നെപ്പറ്റി അറബികൾ പറയണം. എന്ത്? ഇന്ന അംറ ഇബ്നു ഹിശാമിൻ ഹതക ഹുർമത ബൈതി മുഹമ്മദിൻ വറവഅ ബനാതി. മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് ഞാൻ ഇരച്ചു കയറിയെന്നും അവിടുത്തെ വീട്ടുകാരെ ഞാൻ പേടിപ്പിച്ചുവെന്നും എന്നെപ്പറ്റി പിന്നെ അറബികൾ പറയണല്ലേ, അത് ഞാൻ കേൾക്കണല്ലേ? ഞാനത് ചെയ്യില്ല എന്ന് അബൂജഹൽ പറയാം. എങ്ങനെ ഒരാളുടെ വീട്ടിലേക്ക് സമ്മതമില്ലാണ്ട് കയറി ചെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറുന്നത് മോശമാണ്, അത് ശത്രുവിൻ്റെ വീടാണെങ്കിൽ പോലും. ഇത് വിശ്വസിച്ചിരുന്നവരാ ജാഹിലിയ്യത്തുകാർ. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കണ വല്ല രഹസ്യം കിട്ടുമെന്ന് ഇപ്പുറത്ത് ഇങ്ങനെ സീക്രട്ട് ക്യാമറ വെച്ച് കാത്തിരിക്കുകയാണ്. നമ്മളെക്കാളൊക്കെ ചില ക്വാളിറ്റികളിൽ അബൂജഹലിൻ്റെ ഈ സ്വഭാവത്തെ ഒന്ന് ചേർത്ത് വെച്ചാൽ അത്രയെങ്കിലും ക്വാളിറ്റി, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ എത്തി നോക്കാനും മറ്റുള്ളവരുടെ സ്വകാര്യങ്ങളെ പിച്ചു ചീന്താനും നമ്മളിൽ ചില ആളുകൾ കാണിക്കുന്ന വ്യഗ്രത അബൂജഹലിനോളം അതിനേക്കാളും തരം താഴ്ന്നു പോവുകയാണോ? നമ്മൾ ആലോചിച്ച് നോക്കൂ. അലി റളിയല്ലാഹു തആല അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് കണ്ടപ്പോൾ വീണ്ടും പറഞ്ഞു, അമാ ആന ലിർറജുലി അൻ യഅലമ മൻസില. എൻ്റെ വീട്ടിലേക്കുള്ള വഴി നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ലേ? എൻ്റെ കൂടെ മൂന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും കൊണ്ടുപോയി രാത്രി നിന്നു. ഫൻതലഖ്തു മഅഹു ലാ യസ്അലുനി അൻ ഷൈഇൻ വലാ ഉഖ്ബിറുഹു ബിഷൈഇൻ. അലിയാർ എന്നോടും ചോദിക്കുന്നില്ല ഒന്നും, ഞാൻ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നില്ല. അവിടെ ഇരിക്കുന്നു, ഭക്ഷണം വെച്ച് തരുന്നു, കഴിക്കുന്നു, വേറെ വർത്താനങ്ങളൊക്കെ പറയുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ പള്ളിയിലേക്ക് പോരുന്നു, അവിടെ വന്നിരിക്കും. നബി തങ്ങളെ കാണാനാ വന്നത്. പക്ഷേ വിഷയം പറയാൻ പേടി. ആരോടായി ചോദിക്കുന്ന ആള് നബി തങ്ങളെ വിശ്വസിക്കുന്ന ആളാണോ അല്ലയോ ഇതൊന്നും അറിയില്ലല്ലോ. മൂന്നാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊണ്ടുപോയി. മൂന്നാം ദിവസമാണ് ചോദിച്ചത്, അലാ തുഹദ്ദിസുനി മല്ലദീ യഖദമക ഹാദൽ ബലദ്. നിങ്ങൾ മക്കക്കാരനല്ല എന്ന് കണ്ടിട്ട് തോന്നുന്നുവല്ലോ, എന്തിനാണ് നിങ്ങൾ ഈ മക്കയിൽ വന്നത് എന്ന് നിങ്ങൾക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടെ? മൂന്നാമത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു. 3 ദിവസം വരെ ചോദ്യമല്ല, ഭക്ഷണം കൊടുക്കാൻ. മനുഷ്യനാണ്, വിശപ്പുണ്ട്, ഭക്ഷണം കൊടുക്കണം. യാ അല്ലാഹ്, എന്തൊരു വലിയ ക്വാളിറ്റി അല്ലേ. മാ അംറുക, എന്താണ് നിങ്ങളുടെ വിഷയം? വമാ അഖ്ദമക ഹാദിഹിൽ ബൽദ, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അബൂദർ തങ്ങൾ പറഞ്ഞു, ഞാൻ പറയാം, പക്ഷേ എനിക്കൊരു ഉറപ്പ് വേണം. ഞാൻ പറയുന്ന വിഷയം സ്വകാര്യമാണ്, ഇതാരോടും പരസ്യപ്പെടുത്തുകയോ എന്നെ അപമാനിക്കാൻ അവസരമുണ്ടാവുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമോ? ഞാൻ ആരോടും പറയില്ല, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഞാൻ തരാം. വാക്കുകളാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ സംബന്ധിച്ച് അബൂദർ എന്നവർക്ക് വിശ്വാസമായി. ഇമാം ഇബ്നു ഹജർ, മഹാനായ അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, അർറാജിഹു അന്നഹു അസ്ലം വഹുവ ഇബ്നു 10 സിനീൻ. അതുകൊണ്ട് ഈ വിഷയം ഫർറാജിഹു അന്ന ഹാദിഹിൽ ഖിസ്സ വഖഅത് ബഅദൽ ബിഅത ബിസനതൈൻ അലൽ അഖൽ ബിസനതൈൻ ഫഅക്തർ. അതുകൊണ്ട് മഹാനവറുകൾ അന്നഹു ഫൗഖ 12 സന ദൂന 20 സന, 12-20 വയസ്സിനിടയിൽ അലി തങ്ങൾക്ക് പ്രായമുള്ള കാലമായിരുന്നു അത് എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ മഹാനായ അബൂദർ എന്നവര് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു തുടങ്ങുകയാണ്, സമിഅനാ, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അന്നഹു ലഹറ നബിയ്യുൻ ഫീ മക്ക, ഈ പാറാൻ കുന്നുകളിൽ ഒരു പ്രവാചകൻ വന്നു എന്ന് ഞങ്ങൾ കേൾക്കുന്നു. നോക്കണം, നമ്മുടെ നാട്ടിലൊക്കെ എത്ര മനുഷ്യന്മാർ ജീവിച്ച് മരിച്ചു പോകുന്നു. പുണ്യ നബി തങ്ങളുടെ ജന്മം അങ്ങനെയല്ല, പ്രവാചകരുടെ വ്യക്തിത്വം അങ്ങനെയല്ല. ലോകം മുഴുവൻ കേൾക്കുകയാണ്, എല്ലാവരും ഓടി വരാൻ. ആരാണത്? എന്താണ് അവർ പറയുന്നത്? ഒരു അന്ത്യപ്രവാചകൻ ഇവിടെ വന്നു എന്ന് കേൾക്കുന്നുവല്ലോ.
ലോക ചരിത്ര പണ്ഡിതന്മാർ മക്കക്ക് പറയുന്ന പേരുണ്ട്, പാറാൻ കുന്നുകളുടെ നാട് എന്നാണ് ഇതിനർത്ഥം. പാറാൻ കുന്നുകളുടെ നാട്, the land of Paran mountains. സർ വില്യം മ്യൂർ തന്റെ പുസ്തകത്തിൽ പാറാൻ കുന്നുകളെ സംബന്ധിച്ച് പറഞ്ഞത്, മക്ക, മദീന, ത്വായിഫ് ഈ 3 നഗരങ്ങളെ ബന്ധിപ്പിച്ച് കിടക്കുന്ന മലനിരകൾക്ക് പറയുന്ന പേരാണ് പാറാൻ കുന്നുകൾ. കാരണം ബൈബിൾ പുസ്തകത്തിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ പാറാൻ കുന്നുകളിൽ ദൈവത്തിന്റെ പ്രഭ വരും എന്നൊരു പ്രവചനമുണ്ട്. അത് ഈസാ നബിയെ കുറിച്ചാണെന്ന് അവർ പറയാം. ഈസാ നബി വന്നത് സായിർ കുന്നുകളിലാണ്, ജെറുസലേമിൽ. പാറാൻ കുന്നുകൾ മക്കയിലാണ്. അത് ഹിസ്റ്റോറിയൻസാ പറയേണ്ടത്. അവർ പറയുന്നു പാറാൻ കുന്നുകൾ, the Lord came on Sinai, shined on Seri, he came forth from Mount Paran. ഇന്നും ബൈബിളിലുണ്ട് ഈ വാക്കുകൾ. പാറാൻ കുന്നുകളിൽ നിന്ന് ദൈവത്തിന്റെ പ്രകാശം പ്രോജ്വലിച്ചു. He came with 10,000s of saints. 10,000 വിശുദ്ധന്മാരോടുകൂടെ ആ പ്രവാചകൻ കടന്നു വന്നു എന്നൊക്കെ പറയുന്നത് നമ്മുടെ റസൂലിനെ കുറിച്ച് ഇപ്പോഴും എഴുതി വെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്. പാറാൻ കുന്ന് സൗദി അറേബ്യയിലാണ് ഇപ്പത്തെ. പുണ്യനബി ഞങ്ങൾ ഒരു പ്രവാചകൻ വന്നുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിഷയം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അലി റളിയല്ലാഹു അൻഹു കേട്ടപാടെ പറഞ്ഞു, ഇന്നഹു ഹഖ്ഖുൻ, അത് സത്യമാണ്. വഹുവ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യമായും ഇവർ അല്ലാഹുവിന്റെ റസൂലാണ്. അമാ ഇന്നക ഖദ് റശത്ത, അബൂദർറേ നിങ്ങൾ സത്യമാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് എന്ന് പോലും അലി തങ്ങൾ പറയുന്നു. വഹാദാ വജ്ഹി ഇലൈഹി, ഞാനിതാ ആ പ്രവാചകരെ രഹസ്യമായി കാണാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് ദർസ് നടത്തുന്നത് ദാറുൽ അർഖം ബിൻ അബിൽ അർഖം. അർഖം ബിൻ അബിൽ അർഖം എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാ. ഈ ആൾക്ക് എത്ര വയസ്സെന്നറിയോ? അർഖം എന്ന് പറഞ്ഞ ആൾക്ക് മൂപ്പരെ വീടാ, വാപ്പ കൊടുത്ത വീടാ. 16 വയസ്സ്. 16 വയസ്സുള്ളൊരു സ്വഹാബിയുടെ വീട്ടിലാ ഇസ്ലാമിന്റെ ആദ്യകാല നബി ഞങ്ങൾ ദഅവത്ത് ചെയ്തത്. ആലോചിച്ച് നോക്കി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞതാ, നബിയെ എന്റെ വീട്, അവിടെ ആരും കിടക്കൂല. അദ്ദേഹത്തിന്റെ വാപ്പ വലിയ പ്രമാണിയാണ്. അത് എന്റെ വീടാ നബിയെ, എന്റെ വീട്ടിൽ നിന്ന് യഥേഷ്ടം അങ്ങേക്ക് ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, ദീൻ പഠിപ്പിച്ചു തരും ഞങ്ങൾക്ക്. എന്റെ വീട് അങ്ങേക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അതാണ് ദാറുൽ അർഖം ഇബ്നു 16 സന. 16 വയസ്സ് മാത്രം, വെറും 16 വയസ്സ്. ചെറിയ കുട്ടിയല്ലേ, ഹൈസ്കൂളിൽ പോകുന്ന പ്രായമായിട്ടുള്ളൂ. അവരുടെയൊക്കെ ധൈര്യം നോക്കണം. മാഷാ അല്ലാഹ്. വജ്ഹി ഇലൈഹി, അബൂദർറേ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നോ? ഞാൻ ഹബീബിന്റെ മുമ്പിലേക്കാണ് പോകുന്നത്. പക്ഷെ ഒരു കാര്യം, ഞാനും നിങ്ങൾ മക്കയിലൂടെ അങ്ങനെ നടക്കുമ്പോഴേ അവിടെ ഒരു പിടി അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം പുണ്യ നബി ഞങ്ങളുടെ ദഅവത്ത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെയാണ് വരുന്നത് എന്ന് കണ്ടാൽ അവർ പ്രശ്നമാക്കും. അല്ലാഹു ഉമ്മത്തിനെ എല്ലാ ഫിത്നയിൽ നിന്നും റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ജാഹിലിയത്തിന്റെ ആ ഒരു ടോർച്ചറിന്റെ അതുപോലെയുള്ള ടോർച്ചറുകൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ കരഞ്ഞു പോവാ. നമ്മളൊക്കെ ഒരു ശരീരമാണ്. ഒരാൾക്ക് വേദനിക്കുന്നത് നമ്മുടെ വേദനയാണ്, ഒരാളുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. നമ്മൾ കൽ ജസദിൽ വാഹിദ്, ഒരു മെയ്യ് പോലെ എന്ന് പുണ്യനബി നമ്മളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അബൂദർറേ, ഞാൻ പോകുന്ന സമയം ജനങ്ങളാരും അറിയരുത് നിങ്ങൾ എൻ്റെ കൂടെ ഹബീബിന്റെ അരികത്തേക്കാണ് വരുന്നത് എന്നറിയരുത്. പുണ്യനബി രഹസ്യമാണ്. പുണ്യനബി ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പ്രത്യക്ഷമായി പുറത്തു വരാൻ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിക്ക് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുമ്പോൾ എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള വെള്ളപ്പാത്രം ഒഴിക്കുകയോ എൻ്റെ കൈ കഴുകുകയോ എൻ്റെ ചെരുപ്പ് നന്നാക്കുകയോ ചെയ്യുന്ന പോലെ ഞാൻ അവിടെ ഇരിക്കും. അപ്പം നിങ്ങൾ എന്നെ അറിയാത്ത പോലെ മുമ്പോട്ട് നടന്നു പോയാൽ മതി. ഞാൻ പിന്നെ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം പള്ളിയിൽ വെച്ച് കാണാം. നിങ്ങൾ എൻ്റെ കൂടെയാണെന്ന് ആർക്കും തോന്നരുത്. നിങ്ങൾ എൻ്റെ ബാക്കിൽ വന്നാൽ മതി. എന്തെങ്കിലും അപകടമുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അവിടെ എന്ത് ചെയ്യും? എന്തെങ്കിലും എൻ്റെ വെള്ളം എടുത്തിട്ട് കൈ കഴുകേ, എന്തെങ്കിലും വാഷ് ചെയ്യേ, എൻ്റെ ചെരുപ്പ് നന്നാക്കേ, എന്തെങ്കിലും വെറുതെ കുത്തിരുന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒരു ഐഡിയ പ്രയോഗിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ മതി. കൈപിടിച്ചൊന്നും നമ്മൾ നടക്കൂല. അപകടം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ എൻ്റെ പിന്നാലെ നിൽക്കരുത്. നിങ്ങൾ എന്നെ അറിയാത്ത പോലെ അങ്ങ് നടന്നു പോകണം. റെഡി. അങ്ങനെ അവർ നടന്നു പോവുകയാണ്. യാ അല്ലാഹ്. ഖുംതു കഅന്നി ഉസ്ലിഹു നഅലി, അങ്ങനെ ഹത്താ തദ്ഖുല മദ്ഖലി ഫഫഅൽ,
അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഹബീബിന്റെ കൂടെ ഹബീബിന്റെ അരികത്തേക്ക് പോകാൻ അവസരമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം. അങ്ങനെ ഹബീബിന്റെ അരികത്തേക്ക് ഞങ്ങൾ കടന്നു ചൊല്ലുന്നു. ഇസ്ലാം, അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിനോട് ആദ്യമായി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നബി തങ്ങളോട് ആദ്യമായി തഹിയ്യത്തുൽ ഇസ്ലാം പറഞ്ഞത് അബൂദറാണ് എന്ന് ചരിത്രം പറയാറുണ്ട്. അബൂദർ എന്നവർക്ക് നബി തങ്ങൾ മറുപടി കൊടുത്തു, വ അലൈക വറഹ്മത്തുള്ളാഹ്, വ അലൈക്കസ്സലാം എന്നാണ് സാധാരണ തങ്ങൾ പറയാ. വ അലൈക വറഹ്മത്തുള്ളാഹ് എന്ന് നബി തങ്ങൾ അബൂദർ എന്നവരോട് മറുപടി പറഞ്ഞു. ഗിഫാർ ഗോത്രത്തിന്റെ നായകൻ 1000ഓളം കിലോമീറ്റർ ദൂരം മരുഭൂമിയിൽ യാത്ര ചെയ്തു വന്നത് പുണ്യ റസൂലിനെ ഒന്ന് കാണാൻ. ഇതുപോലെ ഒരു യാത്ര ചെയ്ത മഹാനുണ്ട്, ഹബീബിന്റെ സ്വഹാബി, പേർഷ്യക്കാരനായിരുന്ന സൽമാൻ അൽ ഫാരിസി. സൽമാൻ ദ പേർഷ്യൻ. ഫാരിസി എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാരൻ എന്നാണത്. സൽമാൻ എന്നാണ് അവരുടെ പേര്. അവർ വന്നത് ഇറാനിലെ അസ്ഫഹാനിൽ നിന്ന്. ഈസ നബിയുടെ അവസാന കാലം അസ്ഫഹാനിൽ നിന്ന് ഫലസ്തീനിൽ വന്ന്, ഫലസ്തീനിൽ നിന്ന് മൗസിലിൽ പോയി, മൗസിലിൽ നിന്ന് ഇറാഖിലെ തന്നെ നാസിബീനിൽ പോയി, നാസിബിൽ നിന്ന് തുർക്കിയുടെ ഭാഗമായ അമൂരിയയിലെത്തി. അവിടെ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞ് മക്കയിലേക്ക് അടിമയായി പിടിക്കപ്പെട്ട് കൊണ്ടുവന്ന ഒരു മഹാൻ വന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന്, ഹബീബിനെ കാണണം, പുണ്യ റസൂലിനെ കാണണം. അങ്ങനെ സത്യം തേടി ഒരു തീർത്ഥയാത്ര നടത്തിയ ഒരു സ്വഹാബിയുടെ ചരിത്രം നമ്മൾ വായിക്കണം. അതാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വാപ്പ തീ ആരാധകനായിരുന്നു. വളരെ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. അത് നമ്മൾ വേറെ എവിടെയോ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിലേക്ക് പോവല്ല. തീ കൊളുത്തി വെക്കാൻ വാപ്പ നിയോഗിച്ച ബിസിനസ്സുകാരൻ മുതലാളിയുമായ തൻ്റെ ഒരേ ഒരു മകനോട് ആ വാപ്പ പറഞ്ഞ ഡ്യൂട്ടി, മോനെ, നമ്മുടെ ദൈവമാണ് തീ എന്നും തീയിനെ ദൈവമായി പറഞ്ഞു കൊടുത്തു. തീ ആരാധകരാണ് മാഗിയൻസ്, മജൂസികൾ. അവരാരാധിക്കുക തീയിനെ. അവർ അമ്പലത്തിൽ തീയ ഉണ്ടാവുക, ക്ഷേത്രത്തിൽ ഫുൾ ടൈം തീയായിരിക്കും. തീ ഇങ്ങനെ കെടാതെ കാത്തു സൂക്ഷിക്കണം. അതങ്ങനെയാ. അതിൽ കൊണ്ടുപോയി വിറക് കൊണ്ടുപോയി ഇടലാണ് മകന്റെ ജോലി. എന്ത് ദൈവമാണിത്? ഞാൻ വിറക് വെച്ചില്ലെങ്കിൽ അണഞ്ഞു പോകുന്ന ഒരു തീയാണോ എന്നെ പടച്ചത് എന്ന് ചിന്തിച്ച ആ കുഞ്ഞ്, അവിടെ ഉണ്ടായിരുന്ന ഈസ നബിയുടെ അനുയായികളെ, അന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അവർ സത്യവിശ്വാസികളും ഏകദൈവ വിശ്വാസികളുമായിരുന്നവരുടെ ആരാധന കണ്ട് ഇഷ്ടമായി. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാണ് വീട്ടിൽ നിന്ന്. അവരുടെ ആരാധന ഇഷ്ടമായി എന്നറിഞ്ഞപ്പോൾ വാപ്പ തുറങ്കലിലടിച്ചിട്ടുണ്ട്, മകനെ വീട്ടുതടങ്കലിലാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ കാണാതെ വന്നപ്പോ ജനലിന്റെ അഴികൾ മുറിച്ചു മാറ്റി രാത്രിക്ക് രാത്രി ഈ മോനെ രക്ഷപ്പെടുത്തി. എവിടെയാണ് സത്യമതം, എവിടെയാണ് സത്യം, എവിടെയാണ് സത്യം, എവിടെയാണ് ധർമ്മം എന്ന് ചോദിച്ച് 16 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു പൊന്നുമോൻ അങ്ങനെ അസ്ഫഹാനിൽ നിന്ന്, ഇറാനിലെ അസ്ഫഹാനിൽ നിന്ന് ഫലസ്തീനിലെ ജെറൂസലേമിലേക്ക്, ഈലിയായിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. 16 വയസ്സ് പ്രായം. എന്തിനെന്നറിയാം? ജോലി നോക്കി പോയതല്ല. നമ്മൾ പറയും പണ്ട് ഇവിടുന്ന് മദ്രാസൊക്കെ ട്രെയിൻ കയറി പോയി ബോംബേക്ക് പോയി. എന്തിന്? വല്ല ഹോട്ടൽ പണിയും കിട്ടുമോ? എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദുബൈയിൽ, മാഷാ അല്ലാഹ്. അവർ മീക്കാത്ത് റെസ്റ്റോറൻറ്റ് നടത്തുന്ന നമ്മുടെ സുഹൃത്താണ് മുഹമ്മദ് ക. ഇങ്ങനെ തമാശ പറയും. അദ്ദേഹം തളിപ്പറമ്പുകാരനാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഉസ്താദേ, PWD പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ 50 കൊല്ലമായിട്ടോ എന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് പറഞ്ഞത്. 50 കൊല്ലമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മുഹമ്മദ് ക, നിങ്ങളെന്നേ PWD ഓഫീസറായി കയറിയത്? ഉസ്താദേ, പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ബോംബെക്ക് ട്രെയിൻ കയറി പോയതാ ചെറുപ്പത്തിൽ. അങ്ങനെ റെസ്റ്റോറൻറ്റിലെ പ്ലേറ്റ് വാഷിംഗ് പരിപാടി. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് മുതലാളിയാണ്. പക്ഷെ മുമ്പരങ്ങനെ കഥ പറയും. അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്നാണ് ആദ്യമായിട്ട് കോൺക്രീറ്റ് കെട്ടിടത്തിൽ ഉറങ്ങിയത് എന്ന് പറഞ്ഞു. കോൺക്രീറ്റ് ഇട്ട വീട് കിട്ടിയത് എനിക്ക് ബോംബെയിലെത്തിയപ്പോഴാണ്. ഞാൻ പടച്ചോനെ, ബോംബെയിലെത്തി പ്ലേറ്റും കഴുകിയിട്ട് കോൺക്രീറ്റുള്ള വീടൊക്കെ വാങ്ങിച്ചോ? അപ്പോൾ എന്താ, ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ഉറങ്ങിയ കഥയിൽ പറയണത്. പാലല്ലേ, പാലം സിമെൻറ്റോടാണ് ഉണ്ടാക്കേണ്ടത്. കോൺക്രീറ്റ് വീടിൻ്റെ താഴെ കിടന്ന് പറഞ്ഞു. ഇതൊന്നും പറയാൻ എനിക്ക് മടിയില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. നമ്മുടെ കഴിഞ്ഞ കാലമാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു കഥ പറഞ്ഞത് ഓർക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഓടി രക്ഷപ്പെടുന്നത് ജോലി അന്വേഷിച്ചിട്ടാണ്, അല്ലേ? ചെറുപ്പത്തിലെ പല കഥകളും അങ്ങനെയായിരിക്കും. ഏതെങ്കിലും പണി കിട്ടട്ടെ, ഉമ്മയോടും വാപ്പയോടും തെറ്റിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വെറുതെ അങ്ങ് ഓടി രക്ഷപ്പെടുക. എവിടെയെങ്കിലും വല്ല റെസ്റ്റോറൻറ്റിലും പണി കിട്ടണേ, നമുക്ക് ആകെ പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്ന ജോലി അതല്ലേ ഉള്ളൂ. അങ്ങനെ യാത്ര പോയി ജീവിതം തുലച്ചു കളഞ്ഞ എത്രയോ ജന്മങ്ങളുണ്ട്. എത്രയോ സമ്പാദിച്ചു കൂട്ടിയവരും ജീവിതത്തിൻ്റെ പുതിയ വെളിച്ചത്തിലേക്ക് എത്തിയവർ വേറെയും. സുബ്ഹാനല്ലാഹ്. മുഹമ്മദ് ഖാൻ്റെ കഥ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ദീനിന് ഭയങ്കരമായ സഹായം ചെയ്യുന്ന ആളാണ്. പണ്ഡിതന്മാരെയും ആലിമീങ്ങളൊക്കെ വലിയ ഇഷ്ടം വെക്കുന്ന ആളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ PWD, ഞാൻ അത്ഭുതപ്പെട്ടു. PWD
50 കൊല്ലായി. പ്രശ്വനെ സൽമാൻ ഫാരിസി തങ്ങൾ ഓടുകയാണ് 16 വയസ്സിൽ. PWD നോക്കിയിട്ടല്ല ഓടിയത് ഇൽമു കിട്ടണം, അള്ളാഹുവിനെ പറ്റി അറിയണം എന്നറിയാൻ വേണ്ടി ഓടിയൊരു യാത്ര. ഫലസ്തീനിലെത്തി. അവിടുത്തെ പുരോഹിതന്റെ കൂടെ കുറെ കാലം താമസിച്ചു. പക്ഷെ അദ്ദേഹം ഒരു കള്ള പുരോഹിതനായിരുന്നു എന്ന് സൽമാൻ തങ്ങൾ പറയുന്നുണ്ട്. ജനങ്ങൾ ഒരുപാട് പൈസ കൊടുക്കും. ആ പൈസ മുഴുവനും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചതാ. അദ്ദേഹം അത് കൊടുക്കാതെ ചാക്കുകളിൽ തന്റെ റൂമിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു എന്ന് കണ്ടെത്തിയത് അയാൾ മരിച്ചപ്പോഴാണ്. അങ്ങനെ സൽമാൻ തങ്ങൾ അദ്ദേഹത്തിന്റെ വേറെ ഒരുപാട് ദുശ്ശീലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ അയാളെ കുരിശിൽ തറക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ സൽമാൻ തങ്ങൾ അവിടെ നിന്ന് ഓടി. ഇനി അടുത്തത് ഇവിടെ, ഇനി ആരെ കിട്ടും? ഒരു ഷെയ്ഖിനെ കിട്ടണം. അങ്ങനെ ഓടിയതാണ് മൗസിൽ, ഇറാഖിലെ മൗസിൽ. അത് കഴിഞ്ഞ് ഇറാഖിലെ തന്നെ നാസിബീൻ എന്ന സ്ഥലമുണ്ട്. അന്നത്തെ ജിന്നുകളുടെ തലസ്ഥാന നഗരമാണ് നാസിബീൻ. അവിടെ പോയ ജിന്നുകളെ കാണണമെന്നൊന്നുമില്ല. അന്നത്തെ ജിന്നുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മഖറുൽ ജിൻ എന്നാണ് അറിയപ്പെടുക. നാസിബീൻ അവിടെ എത്തി. അവിടെയും കുറേ വർഷങ്ങൾ താമസിച്ചു. നാസിബീനിലെ ഷെയ്ഖ് വഫാത്താകുമ്പോൾ ചോദിച്ചു, ഞാൻ എവിടെ പോകണം? ഞാൻ എവിടെ ചെന്നാണ് ദീൻ പഠിക്കേണ്ടത്? പറഞ്ഞു, അമൂരിയയിൽ ഒരു നല്ല മഹാനുണ്ട്. അമൂരിയ തുർക്കിയിലാണ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. ഇറാഖിൽ നിന്ന് മേലോട്ട് നോർത്തിലേക്ക് തുർക്കിയുടെ ഭാഗമാണ്. അങ്ങോട്ട് യാത്ര ചെയ്തു അമൂരിയയിലേക്ക്. ഒരു 8 കൊല്ലത്തോളം അമൂരിയയിലാണ്. അപ്പോഴേക്കും സൽമാൻ എന്നവർക്ക് 10-30 വയസ്സായിട്ടുണ്ട്. അയാൾ മരിക്കുമ്പോൾ ചോദിച്ചു, എൻ്റെ ഷെയ്ഖ് അവറുകളെ, ഞാൻ എങ്ങോട്ടാണ് ഇപ്പോൾ പോകേണ്ടത്? അന്ന് ഈസ നബിയുടെ ശരീഅത്താണ്, ഇഞ്ചിയിലാണ് അവർ പിൻപറ്റുന്നത്. ഞാൻ എവിടെ പോകണം? അദ്ദേഹം പറഞ്ഞു, മോനെ, ഇനി ഒരു പുതിയ ഷെയ്ഖിനെ നീ നോക്കി പോവണ്ട. ഒരു പുതിയ പ്രവാചകൻ, അന്ത്യപ്രവാചകൻ ലോകത്ത് വരാൻ സമയമായിട്ടുണ്ട് മോനെ. ആ പ്രവാചകൻ ഇപ്പോ അറേബ്യയിൽ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഈത്തപ്പനകളാൽ നിറഞ്ഞു കിടക്കുന്ന വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടായ, അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി കിടക്കുന്ന 2 മരുഭൂമികൾക്കിടയിൽ ഈത്തപ്പനയുള്ള ഒരു സ്ഥലത്ത് ആ പ്രവാചകൻ വരും. യൻസിലു നഖ്ലൻ ബൈന ഹർറതൈൻ. ഹർറ എന്ന് മദീനയിൽ പോയവർക്കറിയാം, കറുത്ത കല്ലുകളുണ്ട് മദീനയിൽ. മദീന എയർപോർട്ടിലേക്കോ മദീനയിലെ ട്രെയിൻ സ്റ്റേഷനിലേക്കോ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സൈഡുകളിൽ കറുത്ത കല്ലുകളാക്കണം. മക്ക മദീനയ്ക്കിടയിൽ യാത്ര ചെയ്താലും കാണും കറുത്ത കല്ലുകൾ. അത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെയുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങളാണ്. അതിനാണ് അറബിയിൽ ഹർറ എന്ന് പറയാ. മദീന 2 ഹർറകൾക്കിടയിലുള്ള ഒയേസിസാണ്, മരുപ്പച്ചയാണ്. 2 ഭാഗത്തും മരുഭൂമിയാണ്. ആ മരുഭൂമി മുഴുവനും കറുത്ത കല്ലുകളാണ്. അങ്ങനത്തെ സ്ഥലം. ഞാൻ എങ്ങനെ പോകും? ഇനി അറേബ്യയിലേക്ക് യാത്ര പോകണം. ഇനി അന്ത്യ റസൂൽ വരും. അങ്ങനെ റസൂലിനെ കാണാൻ അമൂരിയയിൽ നിന്ന് അറബ് കച്ചവടക്കാരോടുകൂടെ അതുവരെ സമ്പാദിച്ചു കൂട്ടിയ ആട്ടിൻപറ്റങ്ങളെ മുഴുവനും വിറ്റിട്ട് മഹാനവറുകൾ യാത്രയാവുകയാണ്. പക്ഷേ യാത്രക്കിടയിൽ കച്ചവടക്കാരെ പറ്റിച്ചു. സൽമാൻ തങ്ങളെ പിടിച്ചിട്ട് പറഞ്ഞു, നീ അടിമയാണ്, നിന്നെ ഞങ്ങൾ വിറ്റ് കാശാക്കുന്നു. ഞാൻ അടിമയല്ല, നീ അടിമയാണ്. അങ്ങനെ മഹാനവറുടെ കൈകാലുകൾ കെട്ടി അടിമയാക്കി മക്കയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത്. ആലോചിച്ചു, എന്തിനാ യാത്ര എന്നറിയോ? ലുഖ്മത്തുൽ ഐഷ് അന്വേഷിച്ചുള്ള യാത്രയല്ല, ഭക്ഷണം വാങ്ങിക്കാനോ സമ്പാദിക്കാനോ പോകുന്ന യാത്രയല്ല. അന്ത്യ റസൂലിന്റെ പുണ്യ ഹബീബിന്റെ വജ്ഹൊന്ന് കാണണം, റസൂലിനെ ഒന്ന് കാണണം, അന്ത്യ റസൂലിന്റെ കൈ പിടിക്കണം, ആ റസൂലിന്റെ സ്വഹാബിയായി ജീവിച്ചു മരിക്കണം. ഇതിനുള്ള യാത്രയാണ്. അപ്പൊ അമൂരിയയിലെ ഷെയ്ഖ് പറഞ്ഞു കൊടുത്തു, 2 അടയാളമുണ്ട്. ഒന്ന്, ആ പ്രവാചകന്റെ വലതു ചുമലിൽ ഒരു ചുവന്ന ഇറച്ചി കഷ്ണമുണ്ട്. അതിനാണ് നുബുവത്തിന്റെ സീൽ എന്ന് പറയുന്നത്. പിന്നെ ഈ റസൂൽ നിങ്ങൾ സ്വതക്ക കൊടുത്താൽ സ്വീകരിക്കില്ല, ഹദിയ കൊടുത്താൽ പ്രവാചകർ സ്വീകരിക്കും. ഈ 2 അടയാളങ്ങളും കണ്ടാൽ ഇത് സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നബിയെ കാണാൻ വന്ന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു, മക്കക്കാരൻ, മദീനയിലെ ബനൂ ഖുറൈള ഗോത്രത്തിലെ ഒരാൾക്ക് ഈ അടിമയെ വിൽക്കുകയാണ്. ആ അടിമയെ വിറ്റു. സൽമാൻ എന്നവരോ ഒരു ഈത്തപ്പനയുടെ മുകളിൽ തന്റെ മുതലാളിയായ ജൂതന് വേണ്ടി ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാ മുതലാളിയും തന്റെ കൂട്ടുകാരനും അന്ത്യപ്രവാചകർ മദീനയിൽ വന്ന കഥ പറയുന്നത്. ആ പ്രവാചകനെ കണ്ടോ, എന്തൊരു മുഖപ്രകാശം, എന്തൊരു ഭംഗി, എന്തൊക്കെ നല്ല വാക്കുകളാ പറയുന്നത്. അവർ പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ ഒരു മധുരിമ. ഇതൊക്കെ പറഞ്ഞപ്പോ സൽമാൻ എന്നവർ, ആര്, നബിയോ പ്രവാചകനോ? നിനക്കെന്ത് കഥ സൽമാൻ, നീ നിന്റെ പണിയെടുക്കുക എന്ന് മുതലാളി പറഞ്ഞു. പക്ഷേ സൽമാൻ എന്നവർ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരൊറ്റ ചാട്ടമാണ്. എനിക്ക് ആ റസൂലിനെ, ഇപ്പൊ വരെ എനിക്ക് ആ റസൂലിനെ കാണണം. ഓടി ഹബീബിനെ കാണാൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് ചെന്ന് പുണ്യ നബിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്നു പോരുന്നു. ഈ പ്രവാചകരെ തന്നെയാണോ ഞാൻ അന്വേഷിച്ച് നടന്നത്? എത്ര കൊല്ലായി വന്നിട്ടെന്നറിയോ? അമൂരിയയിൽ നിന്ന് വന്നതാണ്. എത്രയൊക്കെ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തു. 10, 35, 38 വയസ്സോളം പ്രായമായിട്ടുണ്ട് സൽമാൻ എന്നവർക്ക്. സൽമാൻ എന്നവർ അടിമയാണ്.
ആ സൽമാൻ എന്നവരെ കുറിച്ചാണ് നബി ഞങ്ങൾ പറഞ്ഞത്, സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ നമ്മുടെ കുടുംബമാണ്, അഹ്ലു ബൈത്താണ്. അറബി അറിയില്ലായിരുന്നു. അറബി അറിയാത്തതിന്റെ പേരിൽ സൽമാൻ എന്നവരെ അന്നത്തെ മുസ്ലിമീങ്ങൾ ചെറുതായൊന്ന് വേർതിരിച്ച് കാണുമായിരുന്നു. അറബി അറിയാത്ത ആളല്ല, അജമിയാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞത് സൽമാൻ അഹ്ലു ബൈത്താണ്, സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, ഞങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് സൽമാൻ. മാഷാ അല്ലാഹ്, രക്ഷപ്പെട്ടില്ലേ? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനം തേടിയുള്ള യാത്രയുടെ കഥ പറയുമ്പോഴേ നമ്മുടെ നാടുകളിൽ ദീൻ പഠിക്കാനുള്ള എത്രയോ സ്ഥാപനങ്ങൾ, ദീനീ സ്ഥാപനങ്ങൾ, പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, ദർസുകൾ, നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ, നമ്മുടെ മസ്ജിദുകളൊക്കെ എത്ര മനോഹരമാണ്. അവിടങ്ങളിലൊക്കെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നാട്ടിലെ മുതഅല്ലിമീങ്ങൾക്ക് ഒരു ദർസ്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും കൊച്ചു കിതാബുകളൊന്നും ഓതിപ്പടിക്കേണ്ട ഒരു അവസരങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ മദ്രസയുടെ സമയം കഴിഞ്ഞ് നമ്മുടെ കെട്ടിടം ഒഴിഞ്ഞു കിടക്കല്ലേ. നമ്മുടെ പെൺകുട്ടികൾക്ക്, പ്രായമായവർക്ക് ഖുർആൻ പഠിക്കാൻ, ആൺകുട്ടികൾക്ക് ജോബ് ഗൈഡൻസ് ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ്, പ്രീ മാരിറ്റൽ, പോസ്റ്റ് മാരിറ്റൽ ക്ലാസ്സുകൾ, മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ദീനി ക്ലാസ്സുകൾ, ഇങ്ങനെ നമ്മുടെ സ്പേസുകൾ നമ്മൾ ഫില്ല് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. നമുക്കിങ്ങനെ യാത്ര ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? സൽമാൻ എന്നവർ ചെയ്ത യാത്രയുടെ 1000-ൽ 1 അംശം, ഒരു ത്യാഗം നമുക്ക് സഹിക്കേണ്ടതുണ്ടോ? എന്തൊക്കെ യാത്രാ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ മക്കളെ നമുക്ക് പഠിപ്പിക്കണ്ടേ? അവരൊക്കെ നമ്മൾക്ക് കൺകുളിർമയുള്ള മക്കളായി വരണം. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ കൺകുളിർമയുള്ള മക്കളാക്കി തരണേ റബ്ബേ. പുണ്യ നബിയുടെ മുമ്പിൽ ഓടിയെത്തിയിരിക്കുന്നത് അബൂദർ റളിയല്ലാഹു അൻഹു അറിവ് തേടിയുള്ള യാത്രയാണ്. റസൂലുള്ളാഹി നിങ്ങൾ പറയുമായിരുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ, അറിവ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ഈ കാട്ടിച്ചിറയുടെ മഖാമിന്റെ ഈ പരിസരത്ത് നിങ്ങൾ ഒരുമിച്ച് ചേർന്നത് ഓട്ടോറിക്ഷ വിളിച്ചോ, ബൈക്ക് എടുത്തോ, കാർ എടുത്തോ, ബസ്സിലോ ഒക്കെ വരാം. പല ദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു വന്ന, മഞ്ചേരിയിൽ നിന്ന് വന്ന നമ്മുടെ സുഹൃത്തുണ്ട് ഇവിടെ. എത്രയോ ആളുകൾ ദൂരങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. ആ യാത്രകൾ ഓരോന്നും അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി നിങ്ങൾ ചെയ്തതല്ലയോ? സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. പുണ്യ നബി പറയാം, അല്ലാഹു എളുപ്പമാക്കി തരട്ടെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ഹബീബിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു സത്യം പഠിക്കാൻ, ധർമ്മം പഠിക്കാൻ, ദീൻ പഠിക്കാൻ. യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, യഅരിദു അലയ്യൽ ഇസ്ലാം, ഇസ്ലാം എനിക്കൊന്ന് പഠിപ്പിച്ചു തരേണമേ. മാഷാ അല്ലാഹ്, അങ്ങോട്ട് പോയി പഠിക്കുകയാണ്. അങ്ങനെയാണ് അൽ ഇൽമു യുഅ്താ വലാ യഅതി. മഹാനായ മാലിക് തങ്ങൾ പറഞ്ഞ, മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, മലിക്കി മദ്ഹബിന്റെ ഇമാം, ഇൽമ് അവിടെ പോയിട്ട് പഠിക്കുക വേണ്ടത്, ഇൽമ് ഇങ്ങോട്ട് വരൂല. അങ്ങനെയാണ് ഉസ്താദുമാരുടെ അടുത്ത് അങ്ങോട്ട് പോവാ വേണ്ടത്, അവരിങ്ങോട്ട് വിളിച്ചു വരുത്തല്ല. എന്നാ ദർസിലൊക്കെ പോയി പഠിക്കുക, കോളേജിൽ പോയിട്ടാ പഠിക്കുക. അങ്ങനെയാണ് അൽ ഇൽമു യുഅ്താ വലാ യഅതി. യഅരിദു അലയ്യൽ ഇസ്ലാം, നബിയെ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു തരൂ റസൂലേ. അബൂദർ തങ്ങൾക്ക് ഒന്നും ചോദിക്കാനുണ്ടായില്ല. തങ്ങൾ അങ്ങനെ തങ്ങളുടെ മുഖം കണ്ടാൽ, മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ വലൗ ലഹ്ളതൻ, ഒരു സെക്കൻഡെങ്കിലും ഹബീബിന്റെ കൂടെ സത്യവിശ്വാസിയായി സഹവസിച്ചാൽ അവരെ സ്വഹാബിയാണ്. സ്വഹാബി എന്ന് പറയുന്നത്, സ്വഹാബികളല്ലാത്തവർ ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിച്ചാലും ഒരു വക്ത് പോലും നിസ്കരിക്കാൻ സമയം കിട്ടാതെ മരിച്ചുപോയ സ്വഹാബിമാരുണ്ട്. ആ സ്വഹാബിമാരുടെ 4 അയലത്തെത്താൻ അവരെക്കാളും ഇബാദത്ത് ചെയ്ത പിൻഗാമികൾക്ക് സാധിക്കില്ലെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. സ്വഹാബികളുടെ മഹത്വം ഹബീബിന്റെ മുമ്പിൽ ഇരുന്നതാ, അത് മതി. അതുകൊണ്ടാണ് ആലിമീങ്ങളുടെ മുമ്പിലിരുന്ന് പഠിക്കണം. അത് വലിയൊരു പഠനമാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വായിച്ച് അത് ശരിയായ ഇൽമായിട്ട് പോലും ആലിമീങ്ങൾ, നമുക്ക് അറിവാണ് ശരിയാണ്, പക്ഷേ യൂട്യൂബ് കേട്ടിട്ടും പിന്നെ ഓൺലൈനിൽ ഇരുന്നിട്ടും, ഓൺലൈൻ എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സിനെ കുറിച്ചല്ലേ, ഒറ്റയ്ക്ക് ഇങ്ങനെ വായിച്ചെടുക്കുക. അങ്ങനത്തെ ഒരാളൊരു ആലിമായി കൂട്ടുമോ? ഹദീസ് പണ്ഡിതന്മാരുടെ കാലത്ത് അങ്ങനെയുണ്ട്, റിവായത്തും ദിറായത്തുമുണ്ട്. അവര് ദിറായയുടെ ആളുകളുടെ സ്വീകരിക്കൂല എന്ന, ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് നിന്ന് പോയി പഠിച്ചിട്ടുണ്ടോ അവരിൽ നിന്ന് ഇവർ ഹദീത്ത് സ്വീകരിക്കുള്ളൂ. അല്ല ഒറ്റയ്ക്ക് ഇങ്ങനെ കെട്ടുപഠിച്ചത് ഒരു ആലിമായി കൂട്ടൂല എന്നാ. അറിവുണ്ട് പക്ഷെ ആലിമായി കൂട്ടൂല. അവർ ഫത്ത് കൊടുക്കാൻ പാടില്ല. അവർ പറയുന്നപ്പോൾ ശരിയായ ഫത്ത് തന്നെ ആയിരിക്കും. അങ്ങനെയുണ്ട്. ഇത് ഹലാലാണോ ഹറാമാണോ ചോദിക്കുമ്പോൾ നമുക്കപ്പോൾ അറിയുന്ന മസലായിരിക്കും. എന്നാലൊരു പണ്ഡിതനോട് ചോദിച്ചോളൂ, ഉസ്താദിനോട് ചോദിച്ചോളൂ, ആലിമിനോട് ചോദിച്ചോളൂ, ഖത്തീബ് ഉസ്താദിനോട് ചോദിച്ചോളൂ എന്നേ നമുക്ക് പറയാൻ പാടുള്ളൂ. സാധാരണക്കാരെന്ത് ചെയ്ത് ഫത്ത് കൊടുക്കരുത്. അത് ഹലാൽ ഹറാം ശരിയായിരിക്കാം, പക്ഷേ നമ്മൾ പറഞ്ഞാൽ പോലും അത് ദീനിന്റെ ഫത്വ നൽകുക അല്ലെങ്കിൽ അറിവ് മസ്അല പറയുക എന്നത് അതൊരു വലിയ ബാധ്യതയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്. അത് അല്ലാഹുവിന് മുമ്പിൽ ഒരു അഹദാണ്. അതൊന്നും തോളിൽ വെക്കാൻ മാത്രം യോഗ്യതയില്ലാത്തവർ അത് ചെയ്യാൻ പാടില്ല.
ഓൺലൈനിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, വാട്സപ്പിലൊക്കെ അങ്ങനെ ഓരോരുത്തരോരോന്ന് പറഞ്ഞു വിടുന്നത്. അത് കൃത്യമായും പണ്ഡിതന്മാരുടെ മുമ്പിലിരുന്ന് പഠിച്ചിരിക്കണം, അവർക്കേ അത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ആലിമീങ്ങൾ പണ്ട് മുതലേ ആചരിച്ചു പോരുന്നതാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യഅരിദു അലൈഹിൽ ഇസ്ലാം, പുണ്യ നബിയെ എനിക്ക് ഇസ്ലാം പഠിപ്പിച്ചു തരൂ. ആദ്യത്തെ 13 വർഷം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ അല്ല സ്വഹാബികളെ പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പ്രപഞ്ചം നിശ്ചലമായി കിടക്കുന്ന, തോന്നുന്ന പോലെ ശാന്തമായി രാത്രിയിൽ അനങ്ങാതെ, ഇലകൾ അനങ്ങാതെ നിൽക്കുന്ന വൃക്ഷങ്ങൾ, ഇവിടെ തെങ്ങുകളുണ്ട്, നമ്മൾ ചവിട്ടുന്ന പുല്ലുണ്ട്, ഇവിടെ ഇതൊക്കെ ജീവനാണ്. ഇതിനൊക്കെ പുല്ലുകൾക്ക് ജീവനല്ലേ? പച്ചപ്പുല്ലിന് ജീവനുണ്ട്. മണൽത്തരികൾക്ക് അതിൻ്റെ ഉള്ളിൽ ജീവന്റെ അംശങ്ങളുണ്ട്. ജീവികൾ നമ്മുടെ മണ്ണിനുള്ളിൽ, നമ്മുടെ കാലിന്റെ താഴെ കിടക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണാത്തവ. അങ്ങനെ എത്രയോ ജീവജാലങ്ങൾ അല്ലാഹു പടച്ച ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവ് വേണം. നമ്മളാണോ പ്രപഞ്ചം പടച്ചത്? അല്ല. നമ്മൾ വരുമ്പോഴും ഇതിവിടെ റെഡിയാണ്. ഇത് സ്വയമുണ്ടായതാണോ? മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു വാക്കാണത്. എങ്ങനെ സ്വയംഭൂവാവുന്നു പ്രപഞ്ചം? എങ്ങനെ ഒരു സാധനം അദമിൽ നിന്ന് വുജൂദിലേക്ക് വരുന്നു? ഫ്രം നത്തിങ് ടു ബീയിങ് എങ്ങനെ ഉണ്ടാകുന്നു? യുക്തിവാദികൾ പറയും, ഞങ്ങൾ സയൻസിൽപ്പെട്ടൊരു നിയമമുണ്ട്, കോസ് ആൻഡ് ഇഫക്റ്റ് തിയറി എന്ന് പറയും. അതാണ് സയൻസ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവാൻ അതിന് ഒരു കാരണം വേണം. ഒരു കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് പറയാം. നാട്ടിലത്തെ പൈസ എടുത്തിട്ടില്ല, ഞാൻ ഉച്ചയ്ക്ക് പോകുന്ന, രാവിലെ പോത്തി സുബൈക്ക് ഇപ്പോൾ പോവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യൻ്റെ പൈസ ആക്കിയിട്ട് കാര്യമില്ലല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വെച്ചത്? നിർത്തല്ലേ? സയൻസാണ് പറയുന്നത് എന്നാ യുക്തിവാദികൾ പറയാ. എങ്ങനെ ഇത് വെറുതെ ഉണ്ടായതാണ്? വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുന്നത് സയൻസ് അല്ല എന്ന് പൊന്നു യുക്തിവാദികൾ, നിങ്ങളുടെ പേര് അതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. സയൻസ് പറയുന്നത് എന്താ? എവ്രി ഇഫക്റ്റ് ഷുഡ് ഹാവ് എ കോസ്. ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് കാരണം വേണം. ഇപ്പം എന്തായാലും പറയുന്നതല്ലോ, ഞങ്ങൾക്കറിയില്ല. ഏത് പ്രപഞ്ചം വെറുതെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞെടുത്തപ്പോൾ അത് തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ വെറുതെ ഉണ്ടായി എന്ന് പറയാം? ബിഗ് ബാങ് വെറുതെ ഉണ്ടാവോ? സിംഗുലാരിറ്റി അത് ആരെങ്കിലും ഉണ്ടാക്കാതെ ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കോസ് വേണ്ടേ? ഈ ഗ്ലാസ് ഇവിടെ അനങ്ങുന്നുണ്ടെങ്കിൽ ഇത് അനക്കുന്ന ഒരാൾ വേണ്ടേ? ഇത് വെറുതെ അനങ്ങൂല. ഇതാണ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കണ്ടാൽ ഇത് വെറുതെ ഉണ്ടാവില്ല എന്ന് പറയലാണ് സയൻസ്. ഇവർ പറയാ വെറുതെ ഉണ്ടായി എന്ന് പറയല സയൻസ്. എന്തൊരു വിരോധാഭാസം! ജഹ്ല് മുറക്കബ് എന്നല്ലേ എന്നെ പറയാം? അറിവില്ല എന്നും കൂടെ അറിയാൻ ഞാൻ എന്ത് ചെയ്യും? അറിവില്ല എന്ന് പറയലിന് ജാഹിൽ എന്ന് പറയും, ജഹൽ എന്ന് പറയും. അറിവില്ല എന്നും അറിയില്ലെങ്കിൽ പിന്നെ ജഹ്ല് മുറക്കബ് എന്നാ പറയല്. ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ എന്ത് ചെയ്യാം? കോസ് ആൻഡ് ഇഫക്ട്സ്. ഈ പ്രപഞ്ചം എന്നത് ഒരു ഇഫക്റ്റാണ്. ജീവൻ, മണ്ണ്, ആകാശ ലോകങ്ങൾ, നക്ഷത്ര ലോകം, നമ്മുടെ ഭൂമി, സൂര്യൻ, എത്രയാ പ്രകാശം ചൊരിയുന്നത് ഓരോ ദിവസവും. സൂര്യപ്രകാശം അതില്ലെങ്കിൽ ചെടികൾക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടോ? കാറ്റുണ്ടോ? സൂര്യനില്ലെങ്കിൽ മഴയുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനങ്ങളുണ്ടോ? പൂക്കൾ വിരിയുമോ സൂര്യനില്ലെങ്കിൽ? ഇതൊക്കെ വെറുതെ ഉണ്ടാകുമോ? ഇതുണ്ടാക്കിയ ആള് വേണ്ടേ? അല്ലാഹ് ചോദിക്കുന്നു, അത് നിങ്ങളാണോ ഉണ്ടാക്കിയത്? അല്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ. അതല്ല, വെറുതെ അങ്ങ് പൊട്ടിമുളച്ചതാണോ നിങ്ങൾ? ആണോ? ഇത് രണ്ടും യുക്തമല്ല എങ്കിൽ ഇപ്പൊ ഒരു യുക്തിവാദം എന്താ പറയുന്നവരോ? കാരണം ഉണ്ടാവാം, പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല. ആ അറിയാത്തത് പഠിപ്പിച്ചു തരാനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ആ പ്രൈം കോസിന്റെ പേരാണ് അല്ലാഹ്. ഇതാണ് നബിയുന ആദം അലൈഹിസ്സലാം എന്ന മനുഷ്യകുലത്തിന്റെ പിതാവ് പഠിപ്പിച്ചത്. അത് തന്നെയാണ് പ്രവാചകർ നൂഹ് നബി, ഇദ്രീസ് നബി, നൂഹ് നബി, സുലൈമാൻ നബി, ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, എല്ലാ പ്രവാചകന്മാരും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം